അങ്ങനെ സത്യം തുറന്നു പറഞ്ഞു. അൽഹംദുലില്ലാഹ് കുറെ മെച്ചാന്നൽക്ക് മുമ്പ് കൊണ്ടുണ്ട്. ഇനി സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കേണ്ട വേറെ കാര്യം എന്താ അറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇത്തരം ഫെസ്റ്റുകളോട്, ഇത്തരം ആഘോഷ പരിപാടികളുള്ള നിലപാട് എന്താണ്? ഇതാ ഹുസൈൻ സലഫി നേരത്തെ നാദാവത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഞങ്ങൾ അതിന് അനുകൂലിക്കുന്നുണ്ടോ? സലഫി ഫെസ്റ്റിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ലേ? കേട്ടോളൂ. എല്ലാവരോടും വിനീതമായി പറയുന്നു, നമ്മുടെ മക്കളെ നിങ്ങൾ ഈ കോലത്തിൽ തുള്ളിക്കരുത്. നമ്മുടെ മക്കൾ ഇസ്ലാമിന്റെ മക്കളായി വളരണം. സുഹൃത്തുക്കളെ, ഈ രൂപത്തിൽ പല രൂപത്തിലുള്ള പ്രവർത്തനങ്ങളും സ്റ്റേജുകളിൽ നിറഞ്ഞാടുമ്പോ അതിലേക്ക് നമ്മുടെ മക്കളെ ഒരിക്കലും പറഞ്ഞേക്കരുതേ. മുസ്ലിം മാനേജ്മെന്റുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഒരു വാർഷികങ്ങൾ ആഘോഷിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള സംഗതികൾ അത് ചെയ്യാൻ പാടുള്ളതല്ല. ഏതു വിഭാഗത്തോടായാലും പറയുകയാണ്, ഈ ഉള്ളവന്റെ ബാധ്യത നിർവഹിക്കുകയാണ്. ഒരു നിലക്കും ഇത്തരത്തിലുള്ള സംഗതികൾ ഒരു മാനേജ്മെന്റും ചെയ്യരുത്. അത് മുജാഹിദുകൾ നടത്തുന്ന സ്ഥാപനമായാലും, ജമാഅത്തുകാർ നടത്തുന്നതാണെങ്കിലും, സമസ്തക്കാർ നടത്തുന്നതാണെങ്കിലും, തബ്ലീഗുകാർ നടത്തുന്നതാണെങ്കിലും, ഇസ്ലാം അനുവദിച്ചതാണോ ഈ നിലക്കുള്ള ഈ സംസ്കാരം? ഇങ്ങനെ ആണും പെണ്ണും ഒന്നിച്ച് ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസ് ആടലും കുച്ചിപ്പുടിയും അതേപോലെ തന്നെ പല രൂപത്തിലുള്ള നൃത്യങ്ങളും ഹാവഭാവങ്ങളും അഭിനയങ്ങളും പലതും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ എന്തിനാ ഉമ്മമാരെ വിട്ടുകൊടുക്കുന്നത്? നമ്മുടെ മക്കളെ എന്തിനാ വേഷം കെട്ടിക്കുന്നത്? ഇത് ഇസ്ലാമിന്റെ സംസ്കാരമാണോ? അള്ളാഹു നമുക്ക് നൽകിയ കണ്ണുകൊണ്ട്, അള്ളാഹു നമുക്ക് നൽകിയ കാതുകൊണ്ട്, അള്ളാഹു നൽകിയ അവയവങ്ങൾ മുഖേന പടച്ചതമ്പുരാനെ ധിക്കരിക്കാൻ വേണ്ടി അത് സ്കൂളിന്റെ വാർഷികമായാൽ ഹലാലാണെന്ന ഫത്വയുണ്ടോ? ആരും ഇത് ചെയ്തു പോകരുത്. സർവ്വ മനുഷ്യരോടുമാണ് പറയുന്നത്, സർവ്വ മുസ്ലിമീങ്ങളോടുമാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് അവരുടെ സംസ്കാരം അവർ ചെയ്തോട്ടെ, നമുക്ക് ഈ സംസ്കാരം ചേർന്നതല്ല. കണ്ടിട്ടില്ലേ പലരും അതാ കുട്ടികൾക്ക് ധാരാളം പൈസയും കാശുമൊക്കെ കൊടുത്തിട്ട് ടൂർ എന്ന പേരിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ മുതിർന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഒരേ വാഹനത്തിൽ അങ്ങനെ യാത്ര ചെയ്ത് പലയിടങ്ങളിലും പോയി നനഞ്ഞാടി കുളിച്ച് തിമർത്ത് വരുന്നില്ലേ? തീം പാർക്കുകളിൽ പോയി നനഞ്ഞാടുവാനും ഒരുമിച്ച് കഴിയാനും അതേപോലെ തന്നെ പല രൂപത്തിലുള്ള തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റഡി ടൂർ എന്ന പേരിലും പല പേരിലുമൊക്കെ സമുദായത്തിൽ പലരും ചെയ്യുന്നില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കക്ഷിഭേദമില്ലാതെ എന്റെ സർവ്വ ശ്രോതാക്കളോടും ഈ ഉള്ളവൻ വിനീതമായി പറയട്ടെ, ഈ രൂപത്തിലുള്ള സംസ്കാരങ്ങൾക്ക് നമ്മുടെ കുട്ടികളെ നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഒരു മാനേജ്മെന്റും അതിന് തയ്യാറാവരുത്. അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. ഹുസൈൻ സലഫി കുറെ മുമ്പ് നാദാരത്ത് പ്രസംഗിച്ചത് നമ്മളെ സഖാഫി പ്രസംഗിച്ചതോ? ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിച്ചതിന് ശേഷല്ലേ? ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിച്ചതിന് ശേഷല്ലേ സഖാഫി ഇവിടെ പ്രസംഗിച്ചത്? ഇവിടെ ഹുസൈൻ സലഫി പ്രസംഗിക്കുന്നതിന് എത്രയോ മുമ്പ് നാദാവത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ഈ വിഷയം. എന്നിട്ട് ഇവിടെ ഇടാൻ പാടുണ്ടോ? അതേ ഹുസൈൻ സലഫിക്ക് മറുപടി പറഞ്ഞിട്ടില്ല. വേറെ വിഷയം. നിങ്ങൾ ആലോചിച്ചു, ഇതാണ് ഈ മൊയ്ലിയമാരെ കഥ. ഞങ്ങൾ അതിനോട് യോജിക്കണില്ല, ഞങ്ങളതിനെ എതിർക്കുകയാണ്. മൊയ്ലിയമാരെ ഞങ്ങൾ എതിർക്കുകയാണ്. എന്നിട്ട് മാത്രമല്ല, ഹുസൈൻ സലഫി എതിർത്തുകൊണ്ട് വളരെ കൃത്യമായി ആ നിലക്ക് വിമർശിച്ച ആ വിഷയം ഇവിടെ വന്നിട്ട് ഹുസൈൻ സലഫിക്ക് എതിർത്താല്, മുജാഹിദിക്ക് എതിർത്താല് ഏതാണ് ഒരു സംഘം വെറുതെ കുറെ ക്ലിപ്പിടുക, ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നിലന്നു പോണ്ടേ. ഇനി നോക്ക് നിങ്ങൾ, ഇവരെ ഫെസ്റ്റ് എന്താ കണ്ടോളി. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ, ഉള്ളാൾ ദർഗന്റെ കീഴിലുള്ള ഒരു സ്കൂള്, അതില് നടന്ന അതിന്റെ വാർഷിക പരിപാടി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മാത്രമല്ല, ഉള്ളാൾ തങ്ങള് അതിന് ദുആ ചെയ്യുക, അൽഫാത്തി വിളിക്കുകയൊക്കെ ചെയ്യുക. ശേഷം അവിടെ നടക്കുന്ന പരിപാടി ആരാ വരുന്ന അനൗൺസ്മെന്റ് കന്നഡയിലാണോ? ആ ബാനർ ശ്രദ്ധിച്ചോളി. ആ സ്ഥാപനം ഏതാ? സയ്യിദ് മദനി. ആരാ ഇരിക്കണ കണ്ടോളി. സ്ക്രീനിലായതുകൊണ്ട് ദൂരക്കണ മൂല്യമാർക്കൊക്കെ കാണും ചെയ്യാം. ശരിക്കും കണ്ടോളി. ആരാള്? സയ്യിദ് മദനി ദർഗ. അൽഫാത്തിഹ. പോയിക്കോട്ടെ സമയമില്ല.
ആളെ കണ്ടല്ലോ, അൽഫാത്തിയ കേട്ടല്ലോ. ഞാൻ ഇതോരോ രംഗങ്ങളാണ്. അൽഫാത്തിയ വിളിച്ചാ പോയി. ഇതേ ഒരു മൊയ്ലിയാർ ഇവിടെ ഇട്ടെങ്ങനെ സലഫി ഫെസ്റ്റ് നമ്മൾ എതിർക്കണം. എന്നിട്ട് മുമ്പ് ഇവിടെ ഓരോന്നും ഇങ്ങനെ കണ്ടെങ്കിൽ ഷെറഹീദ് ഇങ്ങനെ പോയി. ഇതൊക്കെ കണ്ട് ഷെറഹീദാണല്ലോ മൊയ്ലിയാരെ നാട്ടിൽ നിന്ന് പോകേണ്ടി വരും. അറിയാം നിങ്ങൾക്ക്? നിങ്ങളെ ഉള്ളാൾത്തങ്ങൾ അതിന് അൽഫാത്തിയ വിളിച്ചു, നിങ്ങളെ ഉള്ളാൾത്തങ്ങൾ അത് വയർന്നു കൊടുത്ത്, എന്നിട്ട് ആ സ്റ്റേജ് മേലാണ് നടന്നത്. അതും ഞങ്ങൾ എതിർത്ത ആ സലഫി ഫെസ്റ്റ് അത് ഞങ്ങൾക്കെതിരിടുമ്പോ ഇത് എമ്മട്ടങ്ങൾക്കെതിരിടാന്നുള്ള ആലോചിച്ചോളൂ. കാണിച്ചു കൊടുക്കും ചില ഭാഗങ്ങൾ. ഉള്ളാൾത്തങ്ങൾ ദുആ മറക്കണ്ട. അടുത്ത് ഉള്ളാൾത്തങ്ങൾ അൽഫാത്തിയ മറക്കണ്ട. ആണും പെണ്ണും പേരോടെന്ന് പറഞ്ഞ് ആണും പെണ്ണും ഒന്നിച്ച് അല്ലേ, ഏട്ട കലർന്ന് അല്ലേ, ഔറത്ത് മറക്കാത്ത എത്ര ഇത് മറച്ചത് പേരോടെന്നെ വരണ്ട്. കേളിക്കങ്ങള് പറട്ടെ ബാക്കി. ആണും പെണ്ണൊക്കെ ഉണ്ടോ നോക്കിയാള്. അൽഫാത്തിയ ഉള്ളാൾത്തങ്ങൾ അൽഫാത്തിയ. പല ജാതി മൗലന്മാരുണ്ടായിരുന്നു. എന്താ മനുഷ്യന്മാരെ. അടുത്ത് അൽഫാത്തിയ. ആണും പെണ്ണും ഒക്കെ നോക്കിയാളെ. മതിയാക്കിയാളെ മതി. സംഗതി ഉള്ളാൾത്തങ്ങൾ ദ്വാരുന്നാണെങ്കിലും ശേഷം അവിടെ നടന്ന് വളരെ മോശ. ഈ ജാതി പരിപാടിയല്ലേ കാണണ്ട. നിങ്ങൾ ആലോചിച്ച് നോക്ക് കൂട്ടരെ, നിങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തെ എന്തിനാണോ ആ വിഷയത്തെ എതിർത്തത് അതേ കാര്യം നിങ്ങൾക്ക് തിരിച്ചടിച്ചില്ലേ? പൊന്നാര സക്കാഫി ഇവിടെ പ്രസംഗിച്ച സക്കാഫി, നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? നിങ്ങൾ എവിടെ ആയിരുന്നു? ഈ സലഫി ഫെസ്റ്റ് നാട്ടിൽ കുറെ നിങ്ങൾ ഇട്ട് നടന്നു, പല മൗലവിമാരും ഇട്ടപ്പെടോ. ഞങ്ങൾ പറഞ്ഞു ഇത് ഞങ്ങൾക്കൊരു ബന്ധമില്ല. ഒന്ന്, ഇനി ഇത് ആര് നടത്തിയാലും ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിന്റെ പുറമെ മൂന്നാമത്തെ എന്താ, ഇതാ നിങ്ങളുടെ ഉള്ളാൾ ഫെസ്റ്റ്. നിങ്ങൾക്കറിയോ? ഇത് മാത്രമല്ല, ഈ ഉള്ളാൾ ദർഗന്റെ കീഴിലെ 2-3 സ്ഥാപനങ്ങളുടെ ഇതുപോലുള്ള പരിപാടികൾ നമ്മൾ എടുത്ത് വേറുണ്ട്. മനസ്സിലായിക്കോളി. ഇനി ഇവിടെ വല്ല സക്കാഫിയും വരികയാണെങ്കിൽ ഇതിന്റെ ബാക്കിയിടാനുള്ള വല്ല പൂതി ഉണ്ടെങ്കിൽ ശരിക്കാൻ തയ്ച്ചു കൊടുക്കും ചെയ്യാം. എന്തെന്നിട്ട് ഇതിട്ട് കുറെ നേരം 10-25 മിനിറ്റ് ആയി കൂടാ മൊയ്ലിയാരെ. സുന്നി മുജാഹിദ് തർക്കമുള്ള വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്നിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ ഉള്ളാൾത്തങ്ങൾ ദുആ കൊടുത്തല്ലോ. അപ്പൊ ഇത് കേരളത്തിൽ പലയിടത്തും മുജാഹിദിൽ ഇട്ടപ്പോ ഞാൻ പറഞ്ഞ പേരോട് ആകെ ബേജാറായി. നേരെ ചെന്ന് ഉള്ളാൾത്തങ്ങൾ എടുത്തു. എന്നിട്ട് പറഞ്ഞു ഒരു ഇന്റർവ്യൂ. ആ ഇന്റർവ്യൂവിൽ എന്താ ഞാനൊന്നും അറിയില്ല. അത് കേൾക്കാം. അതിന്റെ മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഉള്ളാൾത്തങ്ങൾ വലിയ ആണോ അത് മനസ്സിലാക്കണ്ടോ? നമ്മളിത് പറഞ്ഞ എന്തിനാ വെച്ചാല് ഔലിയാക്കന്മാർക്ക് വൈബ് അറിയില്ല എന്നുള്ളത് ഇവരെ കൊണ്ട് തെളിയിക്കാൻ പോവാ. അതിനാ ഉള്ളാൾത്തങ്ങള് മൂപ്പരെ സംബന്ധിച്ച് പേരോട് സക്കാഫി പറയാണ് എന്ത്, ഔലിയാക്കന്മാര് പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല എന്നാണ് പരാതി. എന്നാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാരിൽ വലിയ മഹാനാണ് ഉള്ളാൾത്തങ്ങള്. അദ്ദേഹം പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ലേ? അപ്പോ ഉള്ളാൾത്തങ്ങൾ ഔലിയാണ് എന്ന് പേരോട് പറയുന്നു. ആ ഭാഗം ആദ്യം ഒന്ന് കാണാം. അപ്പൊ ഔലിയാക്കളൊന്നും ഈ പൊതുപ്രശ്നത്തിൽ ഇടപെടുന്നില്ല. ബഹുമാനപ്പെട്ട ഉള്ളാളന്തങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മഹാന്മാരിൽ വലിയ മഹാനാണ്. ആർക്കാണ് അറിയാത്തത്? പൊതുപ്രശ്നത്തിൽ ഇടപെടുന്നില്ലേ? ഏത് പൊതുപ്രശ്നത്തിലും ഇടപെടുന്നുണ്ട്. പക്ഷേ മഹാന്മാരെ മുഴുവനും ഇകഴ്ത്തി ഇവര് വലിയ ആളാകാൻ വേണ്ടി ചമയാൻ. അപ്പോ എന്താണ്, ഔലിയാക്കന്മാരൊന്നും പൊതുപ്രശ്നങ്ങൾ ഇടപെടുന്നില്ല എന്നാണ് ഇതൊരു പരാതി. അതിന് മറുപടിയാണ് ഉള്ളാൾത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാന്മാര് വലിയ മഹാൻ. അവിടെ മഹാൻ എന്ന് പറഞ്ഞാൽ ഔലിയ എന്നല്ലേ അർത്ഥം. ഔലിയാക്കന്മാര് പൊതുപ്രശ്നങ്ങൾ ഇടപെടുന്നില്ല എന്നുള്ളതിന് മറുപടിയാണല്ലോ പറഞ്ഞത്. അപ്പോ ഔലിയാക്കന്മാര് വലിയ ഔലിയാണ് ആര്? ഇപ്പൊ നമ്മള് കണ്ടേ ആ അൽഫാത്തിയ വിളിച്ചു കൊടുത്ത ആള്. ഇനി അയാൾക്ക് വൈബ് അറിയോ ഇല്ലേ? ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ഔലിയാക്കന്മാര് പെട്ട വലിയൊരു ഔലിയ. ആ ഔലിയാണ് ഉള്ളാൾ തങ്ങൾ എന്ന് പറഞ്ഞത്, പേരോട് പറഞ്ഞത്. ഇനി ആ ഔലിയക്ക് വൈബ് അറിയോ ഇല്ലേ? ഔലിയാക്കന്മാർക്ക് വൈബ് അറിയോ ഇല്ലേ? പേരോട് തന്നെ അഭിമുഖം നടത്തുകയാണ് ഉള്ളാൾത്തങ്ങളുമായിട്ട്. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ഭാഗം പേരോട് ചോദിക്കണം. അല്ല ഇങ്ങനെ നടത്തി ഇവരിങ്ങനെ ക്ലിപ്പിട്ടെടുക്കണ്ടല്ലോ, അത് നിങ്ങൾ അറിയാതെ അവർ നടത്തിയാണോ എന്താണ്? അപ്പൊ മുമ്പ് പറയാണ് എന്ത്, ഞാനൊന്നും അറിയില്ല,
ഞാനൊന്നും അറിയില്ല. എന്നോട് പറഞ്ഞു സ്കൂളിന്റെ വാർഷിക ഉദ്ഘാടനം ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. അല്ല ബാക്കിയൊന്നും അറിയില്ല. അപ്പൊ നോക്കി നിങ്ങള് ആ ഔലിയപ്പാപ്പ ഇൻവെർട്ടർ കോമയിലിട്ടോ. ആ ഔലിയപ്പാപ്പ അവിടെ സ്റ്റേജിൽ ഇരുന്നിട്ട് മൂപ്പർ അൽഫാത്തിയെ വിളിച്ചു, ദുആയിരുന്നു കൊടുത്തു. ശേഷം അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഡാൻസും പാട്ടും കുറെ എന്തൊക്കെ ഏർപ്പാടൊക്കെ നടത്തി. അങ്ങനെ അയാള് ഇറങ്ങിപ്പോയ ആ സ്റ്റേജിൽ കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞാൽ നടക്കാൻ പോണ പരിപാടി പോലും ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ ഔലിയാക്കന്മാർ വലിയ ഔലിയക്ക് അറിയില്ലാന്ന് പേരോട് പറയണം. പേരോടുള്ള സൗകര്യം കേട്ടാളി. ഇവിടെ ഉള്ളാളത്ത് ദർഗന്റെ കീഴിലുള്ള ഏതോ ഒരു സ്കൂളിൽ എന്തെല്ലോ കുറെ നാടകവും നിർത്തുമല്ലോ കളിച്ച ഒരു പരിപാടി. അതിൽ തങ്ങള് അതിന്റെ ഇടയ്ക്ക് ദ്വാരക്കുന്ന ഒരു ചിത്രവും. അപ്പൊ അത് തങ്ങളറിവോടും കൂടെ എന്തായിരുന്നാലും അങ്ങനെ ഒന്നും നടക്കൂല എന്ന് ഞങ്ങൾക്കെല്ലാം ഉറപ്പാണ്. അപ്പൊ അത് തങ്ങളെങ്ങനെ എന്താണ് ആ പരിപാടിയിൽ തങ്ങളെന്തോ പരിപാടിയിൽ നേരത്തെ പോയി വരുന്നതോ അവരെ തങ്ങൾ അറിയാണ്ടെന്തോ നടത്തിയതോ തങ്ങൾക്ക് അതിനെപ്പറ്റി വല്ല എന്തെങ്കിലും അറിവ് കിട്ടിയിക്കോ ഇല്ലോ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ ചോദിക്കാനിട്ടേ അതിനെപ്പറ്റി ഒന്ന് അറിയാൻ വേണ്ടി. ഞാനതൊന്നും അറിയില്ല. ഒരു സംഗതി എന്നോട് പറയും സ്കൂളിന്റെ ഉദ്ഘാടനം ഉണ്ട്, തങ്ങളൊന്നും വന്നു നേരത്തെ പറയണം. അങ്ങനെ അവിടെ യാതൊരു വിഷയമില്ല. ഞാൻ നേരത്തപ്പം തന്നെ പോയി ഒരു വിഷയം ഞാൻ അറിയില്ല. പിന്നെ ഇതിപ്പോ കാണിച്ചപ്പോഴാണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരുമാണ് ഞാൻ അത് കാണുന്നതല്ല, ഈ വിഷയം കാണുന്നതല്ല. അല്ലാത്ത ഒരു തങ്ങൾ അറിയില്ല. ഇല്ല എന്തേ മുജാഹിദി ഇതിവിടെ ഒന്നവിടെ മൂപ്പര് എണീറ്റ് പോയ ശേഷം അവിടെ നടക്കണ മൂപ്പര് അറിഞ്ഞില്ല. ഞവ് പോട്ടെ വലിയ ഔലിയന്റെ കോലാതെ കുറ്റപ്പെടുത്താനല്ല ഈ പറഞ്ഞത്, മനസ്സിലാക്കണം. വലിയ ഔലിയന്റെ കോലാ പതെന്ത് മുജാഹിദികൾ ഈ നാട്ടിലൊക്കെ ക്ലിപ്പിട്ട് നടന്നു. ഇത് ഇതാ കണ്ടോ നിങ്ങൾ സലഫി ഫെസ്റ്റ് പറഞ്ഞാ ഞങ്ങൾക്ക് അതിട്ട് ബന്ധമില്ല. 1 അതുപോലെ ഞങ്ങളെ എതിർക്കുന്നു. 2 3 ഇതാ നിങ്ങളുടെ ഉള്ളാൾ ഫെസ്റ്റ്, നല്ല ഫസ്റ്റ് ഫെസ്റ്റ്. എന്നിട്ട് മൂപ്പർ അറിഞ്ഞില്ല. പേരോടും അവസാനം കൊണ്ടുപോയി കാട്ടിക്കൊടുത്തു. കാണി തങ്ങളെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുമ്പോഴാ കണ്ടത്. അപ്പോഴെങ്കിലും കണ്ടല്ലോ. അപ്പോഴാ മൂപ്പർ അറിഞ്ഞത്. ഔലിയാക്കന്മാർ പോയി പറയോ ഇല്ല. അതേപോലെ മുള്ളോണ്ട് മുള്ളൊടുക്കാറുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ അതിന്റെ അവസ്ഥ ചുരുക്കത്തിൽ അള്ളാഹുവോടെ പ്രാർത്ഥന ഉള്ളൂ. അമ്പിയാക്കന്മാർ പറ്റൂല, ഔലിയാക്കന്മാർ പറ്റൂല. കൂട്ടനെ പറ്റൂല. നിങ്ങൾ ഒന്നും വേണ്ട. എന്റെ ശബ്ദം കേൾക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ പറയട്ടെ. അവിടുത്തെ ദർസിലൊക്കെ കുട്ടികളുണ്ടാവുമല്ലോ, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ. ഇമാം സുയൂത്തി, നിങ്ങൾ വലിയ ആദരവോടെ കാണുന്ന ആളല്ലേ സുയൂത്തി. ആ സുയൂത്തി വരെ പറഞ്ഞ എന്താ കേട്ടോ? വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും അത് അജ്ദബു മറാത്തിൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് കുറെ വരൾച്ചയുണ്ടായിട്ടുണ്ട്, പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. വെള്ളമില്ലാതെ വിഷമിച്ച കുറെ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അതുപോലുള്ള കുറെ വിപത്തുകളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബഅദ മൗതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് കുറെ വിഷമങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. ഫഹല്ലാ ജാഊ വസ്തസ്ഖൗ വസ്തഗാഥു ഇൻദ ഖബ്രി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവരാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് വരാത്തത് എന്തുകൊണ്ട്? അവിടെ വന്നിട്ട് മഴ ചോദിക്കാതെ എന്തുകൊണ്ട്? അവിടെ വന്നിട്ട് ഇസ്തിഗാഥ നടത്താത്ത എന്തുകൊണ്ട്? സുയൂത്തിയാ പറയുന്നത് ഇന്ദ ഖബരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അരികിൽ വഹുവ അക്റമുൽ ഖൽഖി അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അരികിൽ ഏറ്റവും മാന്യനായ സൃഷ്ടി അദ്ദേഹമാണല്ലോ. എന്നിട്ട് പോലും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് സഹാബത്തിന് പ്രശ്നമുണ്ടായപ്പോ, വരൾച്ചയുണ്ടായപ്പോ, വെള്ളമില്ലാത്ത പ്രശ്നമുണ്ടായപ്പോ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ വന്നില്ലല്ലോ. അവിടെ ചെന്നിട്ട് മഴ ചോദിച്ചില്ലല്ലോ, അവിടെ ചെന്ന് ഇസ്തിഗാഥ ചെയ്തില്ലല്ലോ. സുയൂത്തിയാ പറയുന്നത്. എന്നിട്ട് കേട്ടോ, മറിച്ചെന്താ സഹാബത്ത് ചെയ്തതെന്നോ? ബൽ ഖറജ ഫീഹിം സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു ബിൽ അബ്ബാസ് അമ്മി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ലാ. മറിച്ച് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്താ ചെയ്തത്? വെള്ളമില്ലാത്ത സന്ദർഭത്തില് മഴയ്ക്ക് വേണ്ടി ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ടതാ മുസല്ലയിലേക്ക് പോകുന്നു. ഫസ്തസ്ഖാ ബിഹി, എന്നിട്ട് ഇസ്തിസ്ഖാ നടത്തുന്നു. എന്ത് ചെയ്തില്ല?
വലം യസ്തസ്ഖു ഇൻദ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ പോയിട്ടല്ല അവർ ഇസ്തിസ്ഖാ നടത്തിയത്, മഴ ചോദിച്ചത്, ഇസ്തിഗാസ ചെയ്തത് അല്ലാഹുവോടാ ചോദിച്ചത്. നിങ്ങൾ അംഗീകരിക്കണ സുയൂത്തി, നിങ്ങൾ അംഗീകരിക്കണ സുയൂത്തി അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നു, അൽ-അംറു ബിൽ ഇത്തിബാ വന്നഹി അനിൽ ഇബ്തിദാ എന്ന കിതാബിൽ വളരെ വ്യക്തമായിട്ട് സുയൂത്തി പറയുന്നു. ഇഞ്ഞും ചില ആൾക്കാർ ചിലപ്പോ അത് നിങ്ങൾ ഉണ്ടാക്കിയാണ്. നേരത്തെ മൊയ്തീൻ ശൈഖ് കുഞ്ഞറിയില്ലേ, ഓർക്ക് പറ്റാത്തൊക്കെ ഉണ്ടാക്കല് അല്ലേ, യഥാർത്ഥ കോപ്പി കൊണ്ടുപോയി. അപ്പൊ സഹോദരങ്ങളെ, അതാണ് വിഷയങ്ങൾ ഓരോന്നും. ഈ ഔലിയാക്കന്മാരെ സംബന്ധിച്ച് തന്നെ പറയട്ടെ, നമ്മൾ ഒറിജിനൽ എതിർക്കൂല, ഡ്യൂപ്ലിക്കേറ്റ് ഔലിയാക്കന്മാരെ എതിർക്കും. നിങ്ങൾ കാണാൻ പോവാണ് പേരോട് സഖാഫി ഔലിയനെ എതിർക്കണത്, പേരോട് ഔലിയനെ എതിർക്കണത്. എതിർക്കുമ്പോ അതിനപ്പുറത്ത് വേറെ ഉണ്ടാവും, പേരോടാണ്. എന്താ അറിയോ, മൂപ്പര് ക്ലിപ്പിട്ടാണ്ട് ഒരു ഔലിയപ്പാപ്പാനെ കാണിക്കും. എന്നിട്ടോ ആ ഔലിയപ്പാപ്പാന്റെ കോലം മൂപ്പരിങ്ങനെ മൊയ്തീൻ ശൈഖിന്റെ പെരുമ്പിളി എന്നൊക്കെ പറഞ്ഞ പെരുമ്പിളിയാണ്. അങ്ങനെ വിളിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഈ ഔലിയപ്പാപ്പാനെ അവസാനം മൂപ്പര് എതിർക്കും. മൂപ്പര് പറഞ്ഞെന്താണ് പേരോട് പറഞ്ഞത്, പിന്നെ ഇയാള് യാ ശൈഖിന് വിളിച്ചോണ്ട് കാര്യമുണ്ടോ, മൊയ്തീൻ ശൈഖിനെ വിളിച്ചോണ്ട് കാര്യമുണ്ടോ? സുന്നികൾ വിളിക്കലുണ്ട്, വിളിച്ചെല്ലാരും സുന്നികളാവൂല. സുന്നികൾ വിളിക്കലുണ്ട് എന്നുള്ളതുകൊണ്ട് വിളിച്ചെല്ലാരും സുന്നികളാവൂല. ഇയാൾ നിസ്കരിക്കലുണ്ടോന്നാ, ഈ നിസ്കാരം ഉണ്ടോ ഔലിയാക്കന്മാർക്ക് എന്നുള്ളത് ശേഷം പേരോടിനെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കും. അപ്പൊ ആദ്യം നിങ്ങള് പേരോട് സഖാഫി ഒരു ഔലിയന്റെ ക്ലിപ്പ് ഇട്ടിട്ട് അയാളെ യാ ഖുത്ബൽ അഖ്താബ് എന്നൊക്കെ വിളിച്ചുകൊണ്ട്, ശൈഖുൽ മശായിഖ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് മൊയ്തീൻ ശൈഖിനെ വിളിക്കുന്ന ഔലിയപ്പാപ്പാനെ ഇയാൾ എതിർക്കുന്ന ഭാഗം നിങ്ങൾ ആദ്യം കാണൂ. ബഹുമാനപ്പെട്ട വലിയുല്ലാഹി ഷൈഖുനാ ഷൈഖ് ജമാലുദ്ദീൻ അൽ ബഗ്ദാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ദുആ ചെയ്യുന്നതിനായി മജ്ലിസിലേക്ക് വരികയാണ്. എല്ലാവർക്കും ദുആയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം വോളണ്ടിയേഴ്സ് ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും. മാസം കണ്ടല്ലോ കേട്ടോ, ഔലിയപ്പാപ്പ വരികയാണ്. പേരോടൊക്കെ വരുന്ന മാതിരി തന്നെ ഔട്ടോ, പേരോട് കാന്തപുരൊക്കെ വരുന്നവര് നമ്മൾ ഇവിടെ വന്ന സഖാഫിക്കുണ്ടോ എനിക്കറിയില്ല. അവ ഇവരൊക്കെ വരുന്നവരുന്നെ അതും അതാണ് സാധനം. يا قطب البر والبحر يا قطب المشرق والمغرب يا قطب السماوات والأرض يا قطب العرش والكرسي واللوح والقلم يا غوث الله يا غوث الله يا غوث يا شيخ الله يا شيخ الله يا شيخ الله يا أستاذ الله يا إمام الله يا الشيخ محي الدين. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, യാഗൗസുൽ ആലം എന്ന് വിളിച്ചുകൊണ്ട് സുന്നിയാവൂല. സുന്നികൾ യാഗൗസുൽ ആലം എന്ന് വിളിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് വിളിച്ചവനൊക്കെ സുന്നിയാവൂല. അത് മനസ്സിലാക്കണം. യാഗൗസുൽ ആലം എന്ന് വിളിച്ചിട്ട് ഇവിടെ ചെയ്യുന്നത് എന്താ? നിസ്കരിക്കാൻ പോകണ്ടോ? നിസ്കരിക്കലുണ്ടോ? പള്ളിയിൽ പോകണ്ടോ? ഒരു കഥയുമില്ല. മൂപ്പർക്ക് അതല്ലോ ഈ പറഞ്ഞ കഥ ഉണ്ടോ നോക്കുക നമ്മള്. എന്താ പറയുക, ഇതേ പേരോട് മൂപ്പര് പറയാണ് ഔലിയാക്കന്മാര് പല ദർജയാണ്, അതിൽ തക്ലീഫ് ബാധകമായവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാര് അവര് രണ്ടാമത്തെ ഒരു ഗ്രേഡ് ഉണ്ട്. അവര് അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ചാൽ അവർക്ക് തക്ലീഫ് ബാധകമാവാത്ത ഒരവസ്ഥ വരും, അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരവസ്ഥ വരും. പക്ഷെ അവർ ത്വരീഖത്തിന്റെ ശൈഖാന്നും പറഞ്ഞ് കൈ പിടിച്ച് ബയ്യത്തിന് പോകാൻ പറ്റില്ല. പക്ഷേ ഓരോ ഔലിയാക്കന്മാർ തന്നെയാണ്. ഔലിയാക്കന്മാർ തന്നെയാണ്. ബയ്യത്ത് ചെയ്യാൻ പറ്റിയ വേറെ വിഷയം, ഔലിയാക്കന്മാർ തന്നെയാണ്. കേട്ടാളേ, ശറഹുൽ അഖായിദ് എഴുതിയ പണ്ഡിതൻ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അല്ലേ, ആ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു ശറഹുൽ മഖാസിദ് എന്നൊരു കിതാബില്ലേ, ആ ശറഹുൽ മഖാസിദിൽ ബഹുമാനപ്പെട്ടവര്
വളരെ വ്യക്തമായി എഴുതിയിട്ടില്ലേ? മജ്ദൂബുകളായ ഔലിയാക്കളെ സംബന്ധിച്ച് എഴുതിയിട്ടില്ലേ? മഹാനവറുകൾ എഴുതിയത് എന്താണ്? ഒരിക്കലും തന്നെ വലിയ എത്ര തന്നെ വലിയ സ്ഥാനത്തെത്തിയാലും അവർക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ ഒഴിവായി പോകൂല. അള്ളാഹു കൽപ്പിച്ചതൊക്കെ അവരെടുക്കണം. അള്ളാഹ് വിരോധിച്ചതൊന്നും തന്നെ അവരിൽ നിന്ന് അള്ളാഹു തആല ഒഴിവാക്കുന്നുമില്ല. പക്ഷേ ചില മഹാന്മാരായ ഔലിയാക്കൾ അവരുടെ മനസ്സ് അള്ളാഹുവിനെ സ്നേഹിച്ചിട്ട് മനസ്സ് തെറ്റിപ്പോകലുണ്ട്. അവർക്ക് ഉഖലാഉൽ മജാനീൻ എന്നാണ് പറയുക, ബുദ്ധിയുള്ള ഭ്രാന്തന്മാരെന്നാണ് പണ്ഡിതന്മാരുടെ ഭാഷ. അത്തരം ആളുകൾ അവർ ഇഞ്ചിതാബുള്ളവരാണ്, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞിട്ട് മനസ്സ് തെറ്റിപ്പോയവരാണ്. അത്തരം ആളുകൾക്ക് അവരുടെ മനസ്സ് റെഡിയില്ലാത്തതിനാൽ പടച്ചവന്റെ കൽപ്പനകൾ അവർക്ക് മനസ്സിലാക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും സാധിക്കാതെ വരും. അത് ഔലിയാക്കളിലെ രണ്ടാം മർത്തബക്കാരാണ്. ഒന്നാം മർത്തബക്കാർക്ക് അത് സംഭവിക്കുകയില്ല. അതുകൊണ്ട് അത്തരം ആളുകളെ തരീഖത്തിന്റെ ശൈഖെന്ന നിലക്ക് പോയിട്ട് കൈപിടിച്ചിട്ട് അവരെ നിർദ്ദേശം അനുസരിച്ച് ജീവിക്കാൻ പാടില്ല. പക്ഷെ ഔലിയാക്കൾ തന്നെയാണ് ഇത്. പക്ഷെ അവര് ഔലിയാക്കൾ തന്നെയാണ്. ആര്? തെക്ലീഫില്ലാത്തോലെ, നിസ്കരിക്കാത്തോലെ, നോൽപോലിക്കാത്തോലെ, ഹജ്ജ് ചെയ്യാത്തോലെ ഔലിയാക്കന്മാര് തന്നെയാണ്. പ്രിയമുള്ളവരെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ഔലിയാക്കന്മാരോ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുലേക്ക് അങ്ങ് ലയിച്ച് മനസ്സിങ്ങോട്ട് ലയിച്ചിട്ട് എന്നാ ചോദിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അള്ളാഹുലേക്ക് മനസ്സ് ലയിച്ചവരാരാ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാത്ത അവസരമുണ്ടോ? രോഗമായി കിടക്കുന്ന മരണത്തിന് തൊട്ടുമുമ്പുള്ള സന്ദർഭത്തിൽ വരെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ഒഴിവാക്കിയോ? രണ്ട് സഹാബികളുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് പള്ളിയിലേക്ക് കാല് വലിച്ചു വലിച്ചു വേച്ചു വേച്ച് പൊന്നില്ലേ പ്രിയമുള്ളവരെ? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അല്ലാഹുവിലേക്ക് മനസ്സ് ലയിച്ചവരാരാ പ്രിയമുള്ളവരെ? ആലോചിക്കുക നിങ്ങള്. എന്നിട്ട് ഈ മനുഷ്യന്മാർ ഇജാതി മുസ്ലിയാക്കന്മാര് പറയാണ് എന്ത്? ഇവരങ്ങ് ലയിച്ചിട്ട് മനസ്സ് റെഡിയല്ലാത്തതിനാൽ അത് അസുഖം വേറെണെങ്കിൽ അവരോട് സ്നേഹവും ബഹുമാനാണെങ്കിൽ ഓലെ ചികിത്സിക്കാം. നമ്മള് കുറ്റപ്പെടുത്തല്ല, ഓലെ കുറ്റം പറയല്ല, സുഖമില്ലാത്തോണ്ടല്ലേ കുറ്റപ്പെടുത്തല്ല. എന്നിട്ട് ഔലിയപ്പാപ്പയെന്നും പറഞ്ഞ് രണ്ടാമത്തെ ഗ്രേഡ് ആ ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ, ഹദീസ് കൊണ്ട് തെളിയിക്കാമോ? ആ ജാതി ഒരു ഗ്രേഡ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും സഹാബത്തിന് അങ്ങ് തെളിയിക്കാമോ നിങ്ങൾക്ക്? എന്താണ് ഈ പറയുന്നത്? ഖുർആൻ പരിചയപ്പെടുത്തി ആ ജാതി ഔലിയാക്കന്മാരുണ്ടോ? നിസ്കരിക്കാത്ത ഔലിയാക്കന്മാരോ, നോമ്പ് വയ്ക്കാത്ത ഔലിയാക്കന്മാരോ, ഇസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യാത്ത ഔലിയാക്കന്മാരോ? പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചോ, എവിടേക്കാണ് ഈ മുസ്ലിയാക്കന്മാർ സമൂഹത്തെ കൊണ്ടുപോകുന്നത്? നിസ്കരിക്കാത്ത മനുഷ്യരെ, തെക്ലീഫില്ലാത്ത മനുഷ്യരെ അയാൾ മൗലിയാണെന്നും പറഞ്ഞിട്ട് ന്യായീകരിക്കാത. എന്നിട്ടോ മുസ്ലിയാർ ആദ്യം പറഞ്ഞ എന്താ? നിസ്കരിക്കലുണ്ടോ? യാ ഖുതുബ് യാ ശൈഖ് എന്നൊക്കെ വിളിച്ചോണ്ട് കാര്യമുണ്ടോ? നിസ്കരിക്കലുണ്ടോ? പള്ളി പോക്കുണ്ടോ? പള്ളി പോണ്ടാന്ന് നിങ്ങളെന്നല്ലേ പറഞ്ഞത്? തെക്ലീഫ് വാദകല്ല നിങ്ങളെന്നല്ലേ പറഞ്ഞത്? നിസ്കരിക്കണ്ട നിങ്ങളെന്നല്ലേ പറഞ്ഞത്? അല്ലേ? നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാല് തെക്ലീഫ് വാദകല്ല അങ്ങനത്തെ ഔലിയാക്കന്മാരോ നിങ്ങളാ പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്നിട്ട് കഥ ഉണ്ടോ? നിങ്ങളെ കഥ ഇപ്പൊ നിങ്ങളെ കഥ ആലോചിച്ചോ. ശരി, എവിടേക്കായി മൊയ്യമാര് കൊണ്ടുപോകുന്നത് എനിക്ക് കാണിക്കണം. വേറൊന്ന്, പേരോട് സക്കാഫി നമ്മളെ കക്കാട് പൈസി പുറത്തു പോയല്ലോ. തൊരീക്കത്തും പറഞ്ഞു. അപ്പൊ ഈ കക്കാട് പൈസന്റെ തൊരീക്കത്തിന്റെ രസം താരങ്ങള് ആ പറഞ്ഞ തൊരീക്കത്ത് ആദ്യമൊക്കെ പറഞ്ഞ അപകടത്തേക്കും സൂഫിസത്തിലേക്കും അനൽ ഹഖു എന്ന് പറയുന്ന പിന്നെ ഇലാ മൗജൂദ ഇല്ലല്ലാ എന്ന് പറയുന്ന അദ്വൈതവാദത്തിലേക്കാണ് ഈ തൊരീക്കത്ത് സാധനമൊക്കെ പോണത്. എന്നിട്ട് കക്കാടിന്റെ തൊരീക്കത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? കക്കാട് പറഞ്ഞു അത്രേ, ഒരാളെ അള്ളാഹു വലിയായി സ്വീകരിച്ചാൽ അയാൾ അല്ലയല്ല അല്ലല്ലാത്തുമല്ല. ഇതെങ്ങനെ ഉണ്ടായാല്? അല്ലല്ല അല്ലല്ലാത്തുമല്ല ഇങ്ങനെ. എന്നിട്ട് പേരോട് അതിനെ വിമർശിക്കാണ്. എന്ത് കണ്ടോ? ഇതാണ് കക്കാടിന്റെ തരീഖത്ത് എന്ന് കേട്ടളി. അയാളെ വാദം എന്താ? ഒക്കെ ആൾ ദൈവങ്ങളെ കക്ഷികളാണ്. കക്കാട് ഫൈസി എന്താ പറഞ്ഞത്? കക്കാട് ഫൈസി പറഞ്ഞത് വലിയ അല്ലയല്ല അല്ലല്ലാത്തതുമല്ല. അള്ളാന്റെ വലിയ അല്ല അല്ലാത്തതല്ല, ലാഹുവ വലാ ഗൈറുഹു, അങ്ങനെ അള്ളാന്റെ സിഫത്താണ് എന്നല്ലേ പറഞ്ഞത്. അതിനല്ലേ ഏകദേശം ക്രൈസ്തവരുടെ ക്രിസ്ത്യാനികളുടെ വാദത്തോട് തുല്യമായ ഒരു വാദമല്ലേ അത്? വലിയ അള്ളയല്ല അല്ല അല്ലാത്തതുമല്ല. കക്കാട് ഫൈസിന്റെ നാവുകൊണ്ട് പറഞ്ഞല്ലേ അത്? ഞാനതൊരു CD പ്രസംഗത്തിന് അദ്ദേഹത്തെ ഗണ്ണിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞിട്ട് അയാൾ കുറെ CD ഇറക്കി എന്ന് പറഞ്ഞു. പക്ഷെ അതിനെപ്പറ്റി മിണ്ടിയിട്ടുണ്ട് അയാൾ. ഒന്ന് കേട്ടോളി, നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടോളി. ഈ ആൾ ദൈവങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി. അള്ളാഹു ഒരാളെ വലിയായി നിയമിക്കുമ്പോൾ അത്
അള്ളാഹു അല്ല, പക്ഷേ അള്ളാഹു അല്ലാത്തതുമല്ല എന്ന ഒരു വലിയ ആശയം നാം ഗൗരവത്തോടെ പഠിക്കണം. അല്ല അല്ല വലിയ, പിന്നെ അല്ല അല്ലാത്തതും അല്ല. പിന്നെ എന്താണത്? ഇങ്ങനെ മനുഷ്യരെ അള്ളയാക്കുന്ന അല്ലെങ്കിൽ അല്ല അല്ലാത്തതല്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ആൾ ദൈവ സ്വഭാവം, ആ ആൾ ദൈവ സ്വഭാവമുള്ള കക്കാട് മൂപ്പരെയും കാര്യമായ അമലെന്താ? മുട്ട് തന്നെയാ. മുട്ടന്നെ. അപ്പൊ ഇതില് എന്താണ് കക്കാട് വയസ്സ് ഇയാൾ എതിർക്കുകയാണ്. എന്തും പറഞ്ഞിട്ട് അല്ല ഒരാളെ വലിയാക്കിയാൽ അത് അല്ലല്ല അല്ലല്ലാത്തല്ല. ആ വാദം തെറ്റാണ്, ഉറപ്പാണ്. എന്നാൽ ഏറെക്കുറെ അതിന് സമാനമായ വാദല്ലേ ബീരാമുല്ലപ്പാപ്പാന്റെ വാദം. ലാ കണ്ണയില്ലല്ലാ. എന്താ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പക്ഷേ എന്താ ലാ കണ്ണയില്ലല്ലാ, കണ്ണില്ല അല്ലല്ലാതെ, അല്ലേ കണ്ണ് അല്ലേ? ലാ കണ്ണ ഇല്ലല്ല, അല്ലല്ലാതെ കണ്ണില്ല. ലാ മൂക്ക ഇല്ലല്ല, അല്ലല്ലാതെ മൂക്കില്ല. ലാ കയ്യ ഇല്ലല്ല, അല്ലല്ലാതെ കയ്യില്ല. ബാക്കി അർത്ഥങ്ങൾ വെച്ചോ. ലാ കാല ഇല്ലല്ല, ലാ കൽബ ഇല്ലല്ല, ലാ അർള ഇല്ലല്ല, ലാ സമാ ഇല്ലല്ല. ഇങ്ങനെ എന്തെല്ലാം എന്ത് കണ്ടാലും ഇല്ലല്ല. ദീണ്ട് ലാ പല്ല ഇല്ലല്ല, അല്ലല്ലാതെ പല്ലില്ല. ഉണ്ട് ഇതില് ലാ ചൊറി ഇല്ലല്ല, ലാ കൊര ഇല്ലല്ല, ലാ പുക്കിള ഇല്ലല്ല, ലാ ബാപ്പ ഇല്ലല്ല, ലാ പുത്രൻ ഇല്ലല്ല. ഉണ്ട് ഇതില് നമുക്ക് നേരല്ലേ അഞ്ഞു വല്ല മൊയ്ലിയന്മാരോട് വരികയാണെങ്കിൽ നമുക്കൊരു മറുപടി കൂടി ചാൻസ് മൊയ്ലിയന്മാർ വന്ന് തരികയാണെങ്കിൽ ഷർഹ് ചെയ്യാൻ നമുക്ക് ഇൻഷാ അല്ലാഹ്. അപ്പോ ഇയാള് പറഞ്ഞതെന്താ? കക്കാട് പൈസ ഇത് വെച്ച് വിമർശിക്കാൻ. അപ്പൊ ഇതും വിമർശിക്കണ്ടേ? എന്നാ ഇതിനെ മൊയ്ലിയാർ ന്യായീകരിക്കാണ്. കേട്ടോളി, കെ വി മുഹമ്മദ് മുസ്ലിയാർ ബന്താവൂർ നിറ മരിച്ചു അയാള് മൂപ്പര് എഴുതിയതാണ് ഈ പുസ്തകം. എന്നിട്ട് ഇതിനെ വെച്ചുകൊണ്ട് ന്യായീകരിക്കുന്നു കെ വി എം ബന്താവൂരിന് അയാൾ മാനസിക രോഗിയാണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാനസിക രോഗിയാളും കാര്യം പറയില്ലേ, ചിലപ്പോ വലിയ കാര്യം പറയില്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിനെ ലാ കണ്ണ ഇല്ലല്ലാന്നൊരു വലിയ പറഞ്ഞ തെറ്റാണോ എന്നും പറഞ്ഞ് ഈ വാദത്തെ ന്യായീകരിക്കുന്നു. ചോദിക്കട്ടെ പേരോട് മുസ്ലിയാരെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിനെ ന്യായീകരിക്കുന്നു? നിങ്ങൾക്ക് കക്കാട് വൈസി എതിർക്കാൻ സാധിക്കുക? കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം. ബീരാൻ ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയുണ്ട്. ആ വലിയ അദ്ദേഹം മജ്ദൂബായിരിക്കാം, അല്ലാതെ ആയിരിക്കാം, അത് വേറൊരു വിഷയം. ആ വലിയ ചിലപ്പോ ഇങ്ങനെ പറയും, എന്ത് ലാ കണ്ണ ഇല്ലല്ല, ലാ മൂക്ക ഇല്ലല്ല, ഇങ്ങനെ പറയും. അതിന്റെ അറബിയാണ് ലാ ഐന ഇല്ലല്ല, ലാ അംഫ ഇല്ലല്ല. ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്തുണ്ട്? ഒരു മൗലൂദ് കിതാബിലുണ്ട് പോലും. മൗലൂദ് കിതാബ് എന്ന പേരിൽ അച്ചടിച്ചു വരുന്നതിലുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ആളൊന്നുമല്ല ഞാൻ, അത് വേറെ വിഷയം. അതേസമയം ഈ മൗലൂദ് കിതാബ് മർക്കസിലെ ഒരു അധ്യാപകൻ പ്രകാശനം ചെയ്തു പോലും. പ്രകാശനം ചെയ്യുന്ന ആളുകൾ അത് വായിച്ചു നോക്കാറില്ല എന്നുള്ളത് ഇപ്പൊ നേരത്തെ ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ വായിച്ചു നോക്കി ഞങ്ങളെ വായിച്ചു നോക്കിയിട്ടില്ല. അത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്, അത് വേറെ. എന്നാൽ ഇതിൽ തെറ്റുണ്ടോ എന്നുള്ളത് വേറെ വിഷയം. ഞാൻ പറയുന്നത് പ്രകാശനം ചെയ്തു എന്നത് തെളിവല്ല, മൗലൂദ് കിതാബിനുണ്ട് എന്നെ തെളിവല്ല. മൗലൂദ് കിതാബ് എന്നുള്ള പേരിൽ വരുന്ന കിതാബിൽ പലതും ഉണ്ട്. അതിൽ സ്വീകരിക്കാൻ പറ്റുന്നതുകൊണ്ട് സ്വീകരിക്കാൻ പറ്റാത്തതുണ്ട്. മരിച്ചതിന് ശേഷം ഒരു പ്രത്യേക നിസ്കാരം പറഞ്ഞിട്ടുണ്ട് ഒരു മൗലൂദ് കിതാബിന്. പക്ഷെ അങ്ങനെ നിസ്കാരം സ്ഥിരപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കാറില്ല. അച്ചടിച്ച് വരുന്നതൊക്കെ മുജാഹിദിന്റെ പ്രസ്സിൽ നിന്ന് മുജാഹിദീങ്ങളാണ് ഏകദേശം മൗലൂദ് അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ. CH മുഹമ്മദ് ആൻഡേഴ്സൺസിന്റെ മൗലൂദ് കിതാബ് അവരാണ് അധികം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. എന്തോ ആകട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയം പറയാം. ലാ ഐന ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾ പറഞ്ഞാൽ അത് തെറ്റാണോ? ലാ കണ്ണ ഇല്ലല്ലാ എന്ന് പറഞ്ഞാൽ അത് തെറ്റാണോ? ഒരിക്കലുമല്ല. അവരത് പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്നാ നോക്കേണ്ടത്. അവരത് പറയുന്നത് ഏതർത്ഥത്തിലാണ്? നമ്മളെ മൗലവിക്ക് ഏറ്റവും പിരിശപ്പെട്ട ആളാണ് KVM പന്താവൂര്. അദ്ദേഹം മാനസിക രോഗിയാണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാനസിക രോഗമുള്ള ആള് പറയുന്നത് എല്ലാം തെറ്റായിക്കൊള്ളണമെന്നില്ലല്ലോ. മാനസിക രോഗമുള്ള ആള് ചിലപ്പം കാര്യവും പറയൂലേ, ചിലപ്പം പറഞ്ഞിട്ട് ഭയങ്കര കാര്യം പറയും ചില മാനസിക രോഗികൾ. അതുപോലെ KVM പന്താവൂര് ഒരു മാനസിക അസ്വസ്ഥതയുള്ള ആളാണെങ്കിലും ചിലപ്പോൾ അയാൾ കാര്യവും പറയാറുണ്ട്. ആയിപ്പെട്ട കാര്യാത് പെരും കാര്യമാണല്ലോ. എന്ത് ലാ കണ്ണ ഇല്ലല്ലാന്ന് വലിയ പറഞ്ഞ തെറ്റാണോ? ലാ കയ്യ ഇല്ലല്ലാ, ലാ കാത ഇല്ലല്ലാ വലിയ പറഞ്ഞ തെറ്റാണോ? ഏത് സന്ദർഭം നോക്കണം. കക്കാട് വൈസിക്ക് വാദകല്ലേ, നിങ്ങളെ കൂടെ ഒന്ന് പോയി എന്നുള്ളതുകൊണ്ട് എതിർക്കാൻ പറ്റുമോ? എന്നാലേ രസം കേൾക്കണോ നിങ്ങൾക്ക്? ഈ പുസ്തകം എവിടെ നിന്ന് ഇറങ്ങിയ? ഇത് എവിടെ ഇറക്കിയതാ?
ഇവിടെ തന്നെ വായിച്ചരാ. ലുക്മാനിയ ബുക്ക് സെന്റർ പോസ്റ്റ് മരുതയൂർ കവല വഴി പാവറട്ടി 680507 ഫോൺ നമ്പറൊക്കെ കൊടുത്തിക്കട്. ഇത് എവിടല്ല, ഇത് നമ്മളെ നേരത്തെ പറഞ്ഞ മുമ്പ് CH സൺസ് ഉണ്ടല്ലോ, അതല്ല. CH സൺസ് അല്ല. നിങ്ങൾ ആലോചിക്കണം, ഹുസൈൻ സലഫി നേരത്തെ ഇവിടെ പ്രസംഗിച്ചപ്പോ ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ലാ കണ്ണ ഇല്ലെന്നാ ലാ കാത ഇല്ലെന്നാ പോലുള്ള ദിക്റുകളെ കുറിച്ച് പറഞ്ഞില്ലേ? സുന്നത്തെ മാത്രം ദിക്റല്ല എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അതിന് മറുപടി എന്ന നിലക്ക് കൊണ്ടുവന്ന നമ്മുടെ സഖാഫി എന്തെങ്കിലും പറഞ്ഞോ ഈ വിഷയത്തില്? എന്തെങ്കിലും പറഞ്ഞോ? ഒന്നുകിൽ ശരിയാണെന്ന് പറയണം, അല്ലെങ്കിൽ തെറ്റാന്ന് പറയണം, രണ്ടാലൊന്ന് പറയണം. എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ല. നിങ്ങൾ സലഫി ഫെസ്റ്റിമ കൂടിയില്ലേ അല്ലേ? സഹോദരങ്ങളെ ആലോചിച്ചോ നിങ്ങള്. ഇതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ആദർശ പ്രസ്ഥാനത്തോട് കളിച്ചാലുള്ള അവസ്ഥ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇതിന് രേഖയുണ്ടോ? ഈ വീരാനുലപ്പാപ്പാന്റെ ഇതിക്ക് രേഖയുണ്ടോ? ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ? ഹദീസ് കൊണ്ട് തെളിയിക്കാമോ? പിന്നെ CH ആൻഡ് സൺസ് അതുപോലുള്ള പ്രശ്നമൊക്കെ ഇങ്ങനെ മുജാഹിദുകൾ അടിച്ചിറക്കുകയാണ്. മൂപ്പര് നാദാപുരത്താ ചോദിച്ചത്. റിസാലിന്റെ ഓഫീസിൽ ഞാനായിരിക്കണേ, ഏപ്പിസ്തായിരിക്കണേ, CH ആൻഡ് സൺസ് KNM-ന്റെതാ ആണോ? അവിടെ AP അബ്ദുൽ ഖാദർ മതിയായിരിക്കണത്, TP അബ്ദുൽ ഖാദർ മതിയായിരിക്കണത്, ഞങ്ങൾ നേതാക്കന്മാരായിരിക്കണത്? പേരോടല്ലേ, അപ്പ കൈച്ചിലാണെന്നല്ലേ ഉള്ളൂ. ആട് ചോദിക്കും, ആട് പറയും, അത്രേ ഉള്ളൂ. ഇത് തിരിച്ചു വരും ഉപര ആലോചിക്കൂല. കാരണം ഉപരി പേരോട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, അതാണ് അതിന്റെ കഥ. ഇനി വേറെ കഥ കേൾക്കണോ? വേറൊരാള്, ഒരു മജീദ് മൊയ്ലിയാരി, കോഴിക്കോട് ബദവി ഷഹീദിന്റെ മക്കാമൊക്കെ നടത്തുന്ന അതുമായി ബന്ധപ്പെട്ട ഒരാളാണ്. മൂപ്പര് പറയാമോ? നല്ല രസമുള്ള മൂപ്പര് പറയാണ്, ഒരു വലിയ അള്ളാഹുവിലേക്ക് ലയിച്ചു കഴിഞ്ഞാൽ ആ വലിയ പിന്നെ എന്ത് ചെയ്യൂല? സ്വർഗം വേണമെന്നും ചോദിക്കൂല, നരകമായിക്കോട്ടെ എന്നാലും വേണ്ടിയില്ല. ഒരു വലിയ പറയും, പഠിച്ചോനെ എനിക്ക് എന്റെ പൊരുത്തം മതി എന്ന് പറയും. ഇവർ നോക്കണം, പൊക്കി മൊയ്തീൻ ശേഖരൻ പറഞ്ഞു, എന്ത്? വല്ല നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വായിക്കൂടാ ഉത്തീരം നൽകും ഞാനെന്നോവർ എന്നിങ്ങനെ കുറെ ഓവറായിട്ട് കുറെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വേറെ ഔലിയാന്റെ അവസ്ഥ വെച്ചിട്ട് നമ്മളെ മജീദ് മുസ്ലിയാർ എന്ന് പറയുന്ന ആള്, കോഴിക്കോട് ബദവി മഖാം നടത്തുന്ന ആള്, അതുമായി ബന്ധപ്പെട്ട ആള്, അയാൾ പറയുന്നത് ഔലിയ അള്ളാഹുവിലേക്കാണ് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗം ചോദിക്കൂല, നരകത്തിലായിക്കോട്ടെ എന്നാലും വേണ്ടിയില്ല. എന്തേ വേണ്ടി? നിന്റെ പൊരുത്തം കിട്ടണം പഠിച്ചോനെ. ഔലിയ പറയും നരകത്തിലായിക്കോട്ടെ പഠിച്ചോനെ. ആ പറഞ്ഞ പിന്നെ ആൾ ഔലിയെ കേട്ടാളി മൊയ്ലിയാർ പറഞ്ഞു, കർമ്മം ചെയ്തിട്ട് അങ്ങനെ സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിന്റെ ദിക്റിൽ ലയിച്ചിട്ട് ഇരുമ്പ് തീയിൽ ലയിച്ചതുപോലെ പടച്ചറബിന്റെ ചിന്തയിൽ ലയിച്ച് അള്ളാഹു 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 അള്ളാ 24 മണിക്കൂറും പടച്ചറബിൽ ലയിച്ച് അങ്ങനെ തീയിന്റെ എല്ലാ ഔസാഫുകളും ഇരുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് പോലെ, തീയിന്റെ എല്ലാ കഴിവും ഇരുമ്പിൽ കാണുന്നത് പോലെ, സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹാന്മാർ പടച്ചറബുമായി നിർബന്ധമായി സുന്നത്തായ കർമ്മങ്ങൾ അതിന്റെ ഹക്ക് പോലെ നിർവഹിച്ച് ശരിയായ ആത്മീയത നേടിയെടുത്ത് അള്ളാഹുവിൽ ലയിച്ച് അവർക്ക് ഉറക്കമില്ല, അവർക്ക് ദുന്യാവിന്റെയോ ആഖിറത്തിന്റെ സ്വർഗവും അവർ ചോദിക്കുന്നില്ല, നരകത്തിനെ തൊട്ട് അവർ അഭയം തേടുന്നില്ല. നരകായിക്കോട്ടെ, എനിക്ക് നരകം തന്നാൽ വേണ്ടിയില്ല, എനിക്ക് എൻ്റെ പൊരുത്തം വേണോ. അങ്ങനെ അള്ളാഹുവിൽ ലയിച്ചതിന്റെ പിന്നിൽ അതാ ഇരുമ്പ് തീയിൽ ലയിച്ചപ്പോൾ തീയിന്റെ എല്ലാ ഔസാഫുകളും നേടിയെടുത്തതുപോലെ മഹാന്മാർ അള്ളാഹുവിന്റെ ഫവറുകൾ, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അപാരമായ കഴിവുകൾ അവർ നേടിയെടുത്തു. പക്ഷേ തീയെപ്പോഴെങ്കിലും വിചാരിക്കുക എനിക്കും എന്നെ പോലെ കൈവായി ഇരുമ്പ് വിചാരിച്ചാൽ പെട്ടെന്ന് ഇരുമ്പ് തണുത്തു എന്ന പോലെ ഏതെങ്കിലും ഒരു തങ്ങള്, ഏതെങ്കിലും ഒരു ആലിമ്, ഏതെങ്കിലും ഒരു വലിയ ഞാനല്ല ആയിപ്പോയെന്ന് വിചാരിച്ചാൽ അത് ഇരുമ്പ് തണുക്കും പോലെ, തീയോ ബന്ധം മുറിക്കുമ്പോഴത്തിന് ഇരുമ്പ് തണുത്ത പോലെ ഓലും തണുത്തു. അങ്ങനെ ബർസീസി, ബല്ലാമു, ഇബ്നു സഖയൊക്കെ പരാജയപ്പെട്ടു പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ അവസാന നിമിഷത്തിൽ ഇത് പറഞ്ഞു കൊണ്ടുവരുന്നത് ഞമ്മക്കുമാണല്ലോ മരിക്കുക. ആ ബോധം ഉണ്ടെങ്കിൽ ഇത് പറയും അല്ലേ? മരിക്കണം എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ഭർത്താനും പറയാം. മൊഴിയാരങ്ങള് എന്താണ് പറഞ്ഞ ഒരു ഔലിയ പറയില്ല, എന്ത് പഠിച്ചോ പറയും നരകത്തിലായിക്കോട്ടെ പഠിച്ചോ എന്നാലും വേണ്ടില്ല. അങ്ങനെ പറഞ്ഞ ആൾ ഔലിയാവും. എന്തായി പറഞ്ഞത്? ദീനുൽ ഇസ്ലാം ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ നരകം ചോദിക്കുന്ന ഒരു ഔലിയെ നിങ്ങൾ പരിചയപ്പെടുത്തി തരുമോ? നിങ്ങൾ വിശദീകരിച്ചു തരുമോ? തെളിയിച്ചു തരുമോ? അങ്ങനെ പറഞ്ഞ ആൾ ഔലിയാവോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനേക്കാൾ ആരാ കൂട്ടര് അള്ളാഹിലേക്ക് ലയിച്ച ആള്?
ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ദിവസവും ധാരാളം തവണ ചെയ്യാറുള്ള ദുആ ഒന്നേതാ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ രക്ഷിതാവേ ഇഹലോകത്തും പരലോകത്തും നീ ഖൈർ തരണേ. പരലോകത്തെ ഖൈർ ഏതാ മൊയ്ലാരെ? സ്വർഗ്ഗല്ലേ. വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് കാത്ത് രക്ഷിക്കണേ നാഥ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തില്ലേ? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അല്ലാഹുവിലേക്ക് ലയിച്ച ഔലി ആരാണ് മുസ്ലിയാക്കന്മാരെ? എവിടേക്കാ നിങ്ങൾ ഈ ഖൗമിനെ കൊണ്ടുപോകുന്നത്? എവിടേക്കാ ഈ സമൂഹത്തെ നിങ്ങൾ നയിക്കുന്നത്? എന്താ നിങ്ങളുടെ വിശ്വാസം? ആലോചിച്ച് നോക്ക് നിങ്ങൾ. എവിടേക്കാ ഈ സമൂഹത്തെ കൊണ്ടുപോകണം? ഇനി കേൾക്കണം നമ്മുടെ പേരോട് മുസ്ലിയാർ പറയുന്നത്. മൂപ്പര് പറയാണ്, മുജാഹിദീങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം ചെയ്യോ? എന്നാ ചെയ്യ്, പേരോട് നശിക്കട്ടെ. അങ്ങനെ പറയോ? മൂപ്പര് പറഞ്ഞു മുജാഹിദുകൾ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം ചെയ്യോ? എങ്കിൽ ദുആക്ക് പേരോട് നശിക്കട്ടെ. കേട്ടോളൂ. മുജാഹിദ് ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം ചെയ്യോ? ചെയ്യെങ്കിലും ദുആക്ക് പേരോട് നശിക്കട്ടെ. ഇന്ന് ദുആക്ക് മുജാഹിദീങ്ങൾ പേരോട് ഇന്ന് നശിക്കട്ടെ എന്ന് ദുആക്ക്, ഇപ്പൊ നശിക്കട്ടെ എന്ന് ദുആക്ക്. നമുക്ക് നോക്കാൻ ഉത്തരം കിട്ടുമോ? നിങ്ങളല്ലേ സാധാരണ ഓതലി? എന്ത് അതാ ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിച്ചോളൂ ഉത്തരം തരാം. ഒന്ന് ദുആക്ക് മൗലവിമാരി പേരോട് ഇന്ന് നശിക്കട്ടെ. ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കുക. എന്താണ് പറഞ്ഞേ? മുജാഹിദീങ്ങളെ നിങ്ങൾ ദുആ ചെയ്യ അള്ളാനോട്. എന്ത്? പേരോട് നശിപ്പിക്കണേ അല്ലാ എന്ന് നിങ്ങൾ ദുആ ചെയ്യണേ മുജാഹിദീങ്ങളെ. മൊയ്തീൻ ശൈഖിനോടല്ല, അതിന് ഉത്തരം കിട്ടൂലല്ലോ. അള്ളാനോടാത് ദുആ ചെയ്യിപ്പോ ഇയാളെ വിശ്വാസം തേക്കാരം ആലോചിച്ചു നിങ്ങള്. എന്നിട്ട് ഇവരൊക്കെ പിന്നിൽ നമ്മൾ പോണ്. ശരിക്കും ആലോചിച്ചോളി. ഇവിടുത്തെ സാധാരണക്കാരായ മുജാഹിദുകൾ അല്ലാത്ത സഹോദരിമാരെ നിങ്ങൾക്ക് പറയാൻ പറ്റും മുജാഹിദീങ്ങളെ നിങ്ങൾ ഇവിടെ ദുആയിരുന്നോളൂ ഞങ്ങൾക്കെതിരെ അള്ളാനോട്? നിങ്ങൾക്ക് പറയാൻ ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് വിശ്വാസല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. പക്ഷെ പേരോട് സക്കാഫി അതും പറഞ്ഞു. അല്ലെങ്കിലും സക്കാഫികൾ പല കോലത്തിലാണല്ലോ. ഇവിടുത്തെ സക്കാഫിയെ പറയാൻ നിങ്ങൾക്ക് അറിയില്ല. ഏതായിരുന്നാലും പല ജാതി സക്കാഫിമാരാ. നമ്മൾ 10 പിരിയൻ സക്കാഫി പറഞ്ഞു കേട്ടോളി. പല ജാതി സക്കാഫിമാരുണ്ട്. ഇവർ പറയാണ് ഇന്നെപ്പോഴത്തെ ലോക്കൽ സക്കാഫിയാളുണ്ട്, അതേപോലെ പേരോടിനെ പോലത്തെ വലിയ സക്കാഫിയാളുണ്ട്, കൂരിക്കുഴി തങ്ങളെ പോലെ, അതായത് നേരത്തെ ഇവിടെ തങ്ങളെ ദ്വാരുന്നില്ലേ ആ തങ്ങള്, അയാളെ പോണത്തെ തങ്ങന്മാരായ സക്കാഫിയാൾ വേറെ. ഇങ്ങനെ പല ജാതി, വേറെയും ചില ജാതി പരിചയപ്പെടാണ്ട് ആ ജാതിയെ ഇയാളൊന്ന് പരിചയപ്പെടുന്നു കേട്ടളി. ഒന്നാലോചിക്കുക. 10,000-കണക്കിന് അറബി കോളേജുകൾ, യത്തീംഖാനുകൾ, അഗതി മന്ദിരങ്ങൾ, പള്ളി ദർസുകൾ, എത്ര യത്തീം മക്കളെ പൂറ്റിയത്. എന്റെ പോലെ ലോക്കലായ സക്കാഫിമാർ, പേരുസ്ഥാനെ പോലെ വലിയ സക്കാഫിമാർ, ഒരു കുഴിത്തങ്ങളെ പോലെ സാധാത്യങ്ങളായ സക്കാഫിമാർ. അപ്പൊ 3 സൈസായി. ഒന്ന് ലോക്കല്, മറ്റേ വലിയത്, പിന്നെ തങ്ങന്മാരായിട്ടുള്ള സക്കാഫി. ഇനി അടുത്ത കേട്ടോളി. പേരോട് തന്നെ പറയാണ് പേട് സക്കാഫിയാണ്. പേട് സക്കാഫി കേട്ടോളി. നിങ്ങൾ അബൈക്കുണ്ടായില്ല ഒരു ഷെയ്ഖ് എന്തേലും ആലുന്തറ ഷെയ്ഖ് എന്ന് പറഞ്ഞ സാധനം ഇറങ്ങിയില്ലേ? സുബ്ഹാനല്ലാഹ്, ഒരു പേട് സക്കാഫിയും കൂടിയില്ലേ? ഇപ്പൊ എത്രനായി? 4നായി. ഇനി 5ാമത്തെ പേരോട് പറയുന്നുണ്ട് കാദ്യാനിയായ സക്കാഫി കേട്ടോളി. അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ ശിർക്കാവുകയില്ലെന്ന് ഏത് സക്കാഫി പറഞ്ഞാലും ആ സക്കാഫി വഴച്ചു നിൽക്കല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു എത്ര സക്കാഫി, ഒരു സക്കാഫി കാദിയാനിയായി പലതുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സക്കാഫി. ഇനി അടുത്ത ചെള്ളു സക്കാഫിയ. നമ്മൾ പറയല്ല, വേറെ സക്കാഫിയാണ് പറഞ്ഞത്. പേരോട് സക്കാഫി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു സക്കാഫി പറയാം കേട്ടോ. 4000 സഖാഫിയുടെ ചെയർമാനായ ഒരു അലാസ്റ്റിക് ഉണ്ട്. അദ്ദേഹം മഞ്ചേരി വെച്ച് പ്രസംഗിച്ചു. സഖാഫി സംഗമം എന്ന പേരിൽ നമ്മൾ പുറത്താക്കപ്പെട്ട കുറച്ച് ചെള്ളുകൾ കോഴിക്കോട് സമ്മേളനം നടത്തുന്നുണ്ട്. ആ സമ്മേളനം നടത്തൽ ഹറാമാണ്, അത് പോകൽ ഹറാമാണ്, എല്ലാം ഹറാമാകുന്നു. അല്ലാഹു അക്ബർ. അപ്പൊ ചെള്ളുകള് അങ്ങനത്തെ സഖാഫികള് ഇപ്പൊ എത്രനായി? ലോക്കല്, വലിയത്, പിന്നെ തങ്ങന്മാരായ സഖാഫികള്, പിന്നെ പേട് സഖാഫി, കാദ്യാനിയായ സഖാഫി, ചെള്ളായ സഖാഫി. ഇനി അടുത്ത സഖാഫി കിതാബ് തിരിയാത്ത സഖാഫി. അതും തന്നെ പറഞ്ഞത് നമ്മൾ ഹസൻ സഖാഫി പറയാണ് കേട്ടാളി. നേരത്തെ എന്നെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ? ഹസൻ സഖാഫിക്ക് കിതാബ് തിരിയൂല, മദ്രസ പഠിപ്പിക്കാൻ പോലും ഹസൻ സഖാഫിക്ക് കഴിയൂല, കിതാബ് തീരെ തിരിയൂല. തിരിയാൻ പറ്റുമോ? അവിടെ നിന്നല്ലേ സനത് വാങ്ങിയത്? നിങ്ങളല്ലേ അത് പറയേണ്ടത്. അപ്പൊ സഖാഫികൾ എന്ന് പറഞ്ഞാൽ അൻവാഉ മുതഫരിഖ, വിവിധ ഇനങ്ങളാണ്. അതിൽ പല ജാതി ഉണ്ട്. അതിലൊരു ജാതിയാണ് നിങ്ങൾ ദുആയിരുന്നോളി അള്ളാഹിനോട് ഞാൻ നശിക്കാൻ എന്ന് പറഞ്ഞത്.
അപ്പൊ സഹോദരങ്ങൾ, ഈ ജാതി ആൾക്കാരും കണ്ട് നമ്മൾ പോയാല് പരലോകം എന്താവുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നോക്ക്, ഇവിടെ നമ്മളെ മൊയ്ലിയാർ തെറ്റിദ്ധരിപ്പിച്ച, ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്, തെറ്റിദ്ധരിപ്പിച്ച ഒരു വിഷയം, വലിയൊരു വിഷയം എന്താണ്? മുജാഹിദീങ്ങൾ കണ്ടോ, ഹുസൈൻ സലഫി കണ്ടോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പേര് പറഞ്ഞിട്ട് സ്വലാത്ത് ചെല്ലുന്നില്ല, റസൂലുള്ളാഹി റസൂലുള്ളാഹി എന്ന് പറഞ്ഞു പോവാണ്, സ്വലാത്ത് ചെല്ലുന്നില്ല. കൂട്ടരെ, സ്വലാത്തിന് ഞങ്ങൾ എതിരാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പേരിൽ ഒരു വട്ടം സ്വലാത്തില്ല, 10 തവണ അല്ലാഹു അനുഗ്രഹം ചെയ്യുന്ന ഹദീസിലുള്ളതല്ലേ? അത് ഞങ്ങൾ പറയുന്നവരല്ലേ, പഠിപ്പിക്കുന്നവരല്ലേ, പ്രചരിപ്പിക്കുന്നവരല്ലേ? അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ പിശുക്കനാണെന്ന് റസൂലുള്ളാഹിന്റെ ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസില്ലേ? അത് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും വിശ്വസിക്കുന്നവരല്ലേ ഞങ്ങള്? പിന്നെ എന്തിനാ പറയുന്നത്? സംസാരിക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി എന്ന് വന്നു, ചിലപ്പോൾ സ്വലാത്ത് ചൊല്ലാതെ. അത് ബോധപൂർവ്വം അല്ല, സ്വലാത്ത് ഇല്ലാത്തതുകൊണ്ട് അതിന് പോലീസ് മനസ്സിലാക്കാത്തതുകൊണ്ടല്ല, അത് സംസാരത്ത് വന്നു പോണാണ്. അത് വെച്ചിട്ട് പേരോട് സഖാഫി നാദാപുരത്ത് പറഞ്ഞു, പലയിടത്തും പലരും പറഞ്ഞു, ഇവിടെ സഖാഫി പറഞ്ഞു, വേറെ സഖാഫി ഉണ്ടല്ലോ, ഏത്? ഇസ്സുദ്ദീൻ സഖാഫി. നേരത്തെ മറ്റേ പേരോട് പറഞ്ഞല്ലോ, മറ്റേ ഖാദിയാനിയായി പോയിട്ടുണ്ട് എന്ന് പറയാൻ കാരണമായ ഒരു സഖാഫി ഉണ്ടായിരുന്നു. ആ സഖാഫി ഇസ്സുദ്ദീൻ സഖാഫി മൂപ്പര് ഈ ക്ലിപ്പ് ഇട്ടാണ്ട് പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളൂ, നിങ്ങൾ അവസാനിപ്പിക്കാം. വിദേശ രാജ്യത്ത് നിന്ന് ആളുകൾ വരുമ്പോ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഒന്ന് കാണണം, അവിടുത്തോട് 2 വാക്ക് സംസാരിക്കണം, അവിടുത്തിൽ നിന്നൊന്ന് ദീന് പഠിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ അരികിൽ. സഹോദരന്മാരെ, എത്ര പ്രാവശ്യം ഇപ്പൊ റസൂലുള്ളാ 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 മുഹമ്മദ് റസൂലുള്ളാ മുഹമ്മദ് റസൂലുള്ളാ എന്നൊക്കെ പറഞ്ഞു. ആർക്കാ അത് സ്വലാത്തില്ലാതെ പറയാൻ കഴിയുക? അപ്പൊ സ്വലാത്ത് ചൊല്ലണമെന്ന് നാവ് കൊണ്ട് പറയുകയും സ്വലാത്ത് അല്ലാതെ മുങ്ങിക്കളയുകയും ചെയ്യുന്ന സ്വഭാവം, അത് ബഖീലിന്റെ സ്വഭാവമാണ്. ബഖീലിന്റെ സ്വഭാവമാണ് എന്ത്? സ്വലാത്ത് ചൊല്ലാത്ത എന്നാണ് ഇപ്പം ഇയാള് പറഞ്ഞത്, അല്ലെ? ഹുസൈൻ സലഫിയെ നേരിടാൻ വേണ്ടി പറഞ്ഞ എന്നാ ഇതേ സഖാഫി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു പേര് പറഞ്ഞ സ്വലാത്ത് അല്ലാത്ത കളി നരകത്തിൽ പോകേണ്ടി വിധങ്ങൾ പഠിപ്പിക്കുന്നു. ദരിദ്രവാസി ആരാണ് ഞങ്ങൾക്കറിയുമോ? സഹാബാക്കൾ പറഞ്ഞ നബിയെ, ഈ നിൽക്കുന്ന നൃത്തം കാണുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഈ കിറ്റ് റസൂലുള്ളാഹിന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്നു. എന്താണ് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു? എന്റെ മേലവൻ ചൊല്ലിയ സ്വലാത്താണ്. അവന്റെ അമലുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്തു. ഒന്നുമില്ല, നരകത്തിലേക്ക് പോകേണ്ടി വന്നവനെ പിടിച്ച് രണ്ടാമത് മീസാൻ എന്ന തുലാസിൽ കൊണ്ടുവന്ന് തൂക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് അത് റസൂലുള്ള തന്നെയാണ് സൂക്ഷിക്കുന്നത്. നബിയുടെ മേൽ ചൊല്ലിയ സ്വലാത്ത് നബി തങ്ങൾ തന്നെയാണ് സൂക്ഷിക്കുന്നത്. അത് റഖീബിന്റെ കയ്യിലില്ല, അത് അതീദിന്റെ കയ്യിലില്ല, അതൊരു മലക്കിന്റെ കയ്യിലുമില്ല. റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലിയ സ്വലാത്ത് റസൂലുള്ളാഹിന്റെ കയ്യിൽ തന്നെ നിക്ഷേപിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ തന്നെ അവന്റെ മീസാനിൽ അവനെ സഹായിക്കുന്നു. എത്രയായി ഇങ്ങനെ പോവാ അല്ലേ? എത്ര റസൂലുള്ളാഹി റസൂലുള്ളാഹി. ഇതിപ്പോ സ്വലാത്തിനെതിരായിട്ടല്ല, അയാൾ സംസാരത്ത് വിട്ടുപോകണം. അത് വെച്ചിട്ട് ഈ സഖാഫി തന്നെ ഹുസൈൻ സലഫി എതിർക്കുമ്പോ ആലോചിച്ച് നോക്കി, ഇവിടെ ഈ സഖാഫി പ്രസംഗിച്ചില്ലേ? ഇനി അങ്ങനെ സ്വലാത്ത് ചൊല്ലാത്തവനെ പറ്റി എന്താ ഇതേ സഖാഫി എന്നെ പറഞ്ഞു? അവൻ കേട്ടല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറഞ്ഞിട്ട്, അത് പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ ബഖീൽ തന്നെ. അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ തുലയട്ടെ, അവൻ. സംഗതി നിങ്ങൾ നോക്കി, ഇങ്ങനെയൊക്കെ ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലണം, നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ സംസാരത്തിന്റെ വേഗതയിലോ മറ്റോ ഒരു പക്ഷെ അങ്ങനെ എന്തെങ്കിലും മറന്നോട്ടെ, എന്തെങ്കിലും നിലയ്ക്ക് പറയാതെ പോയേക്കാം. അത് വെച്ചിട്ട് കണ്ടോ സ്വലാത്ത് ഇല്ലാത്തവരെന്ന് പറയുകയാണെങ്കിൽ മൊയ്ലിയമാരെ അങ്ങനെ പിടികൂടി അതിന്റെ 10 ഇരട്ടി ശക്തിയോടെ നിങ്ങൾ പിടിച്ചു കെട്ടാൻ സാധിക്കുമെന്ന് നിങ്ങളുടെ അനുഭവമല്ലേ? പിന്നെ എന്തിനാ വിചാരിച്ച് നടക്കുന്നത്? ഇനി ആത്മീയ രംഗത്തെ മുസ്ലിയാക്കന്മാരുടെ ചൂഷണം കാണണം നിങ്ങൾക്ക്. ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആ ബദവി ഷഹീദിന്റെ മക്കാമിന്റെ അടുത്തുള്ള അത് നടത്തുന്ന, അതിന്റെ അടുത്ത് പറഞ്ഞാല് നടത്തുന്ന ആള് ആ മജീദ് മുസ്ലിയാര്, അയാളുടെ പിന്നെ ചില പിരിവുകൾ കാണാൻ പോവാ. എന്താ അറിയോ? മൂപ്പര് പറയാണ്, നല്ലൊരു മനസ്സുണ്ടാവാൻ, ഹസദില്ലാത്ത, ഉജുബില്ലാത്ത, ഫഖറില്ലാത്ത, കിബറില്ലാത്ത, അതില്ലാത്ത, അങ്ങനെ കുറെ റിയാ ഇല്ലാത്ത, മോശമായ ഒരു ദുർഗുണവും ഇല്ലാത്ത നല്ല മനസ്സുണ്ടാവാൻ ഇവിടുന്ന് ദുആ ചെയ്തരാ ഒരു 5000 ഉറുപ്യ പറയാൻ പറ്റുമോ പറഞ്ഞോളീ. ഇവിടെ ദുആ ചെയ്തരാ 5000 പറയാൻ പറ്റുമോ പറഞ്ഞോളീ. അങ്ങനെ ആ കേട്ട് ഇങ്ങനെ തരിപ്പ് കയറിയിട്ട് ഏതൊരു മുഹമ്മദ് ഹാജി എന്ന് പറഞ്ഞ ആള് 5000 പറഞ്ഞു.
അപ്പൊ ഇയാൾ ഇങ്ങനെയുള്ള അന്തം വിട്ടാണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ലഭിച്ച ആ മുഹമ്മദ് ഹാജിക്ക് പഠിച്ചോണേ പേരിട്ടോണ്ടെന്താ മുഹമ്മദ് പേരുള്ള എത്ര മനുഷ്യന്മാരുണ്ട് നാട്ടില് വളരെ മോശമായി നടക്കണേ ആ പേരുകൊണ്ടാ കേട്ടാളിങ്ങളെ. ഹൃദയത്തിൽ നിറഞ്ഞ ഈമാനുള്ള ഒരു മനുഷ്യനായി, തെക്കുവുള്ള ഒരു മനുഷ്യനായി, ഒരു സ്വാലിഹായ മനുഷ്യനായി ഇവിടുന്ന് മരിച്ചു കിട്ടണ്ടേ വേണല്ലോ സഹോദരന്മാര്. അതുകൊണ്ട് ശൈഖുന ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ, ആ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ഈ മഹത്തായ സദസ്സിലേക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, കിബറില്ലാത്ത, ഹസദില്ലാത്ത, റിയാദില്ലാത്ത, വലബില്ലാത്ത, ഉജുബില്ലാത്ത, ഹിഖ്ദില്ലാത്ത, ഒരു ദുർഗുണവുമില്ലാതെ ജീവിച്ച് ഈ ലോകത്തോട് വിട പറയാൻ തൗഫീഖ് കിട്ടിയ മഹാനായ ശൈഖുനാന്റെ ബർക്കത്ത് കൊണ്ട് ഇതുപോലത്തെ ഒരു കൽബ് എനിക്ക് ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ സയ്യിദന്മാർ, ഈ ഉഖ്റവിയായ ആലിമീങ്ങൾ, മഹാന്മാരായ സാലിഹീങ്ങളുടെ സദസ്സിലേക്ക്, ഈ മഹത്തായ പരിപാടിയിലേക്ക് ഇവിടെ ഒരുപാട് ഹൈറായ കാര്യങ്ങളാണ് ലക്ഷ്യമാക്കിയത്. ഇവിടെ ദ്വാരിപ്പിക്കാൻ, അങ്ങനത്തെ ഒരു കൽബിന്റെ ഉടമയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു 5000 പറയാൻ പറ്റിയവരുടെ പറഞ്ഞോളി, നമുക്ക് ദ്വാരം കൊടുക്കാലോ. PV മുഹമ്മദ് ഹാജി കുറ്റിക്കാട്ട്. അൽഹംദുലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ലഭിച്ച ഒരു മഹാവ്യക്തി പടച്ചവനെ ഈ സയ്യിദന്മാർ. അപ്പോ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ലഭിച്ച അതുകൊണ്ട് എന്താ മൊയ്ലിയാരെ കാര്യം? നിങ്ങൾ എന്തിനാ ഈ സാധുക്കളായ ആൾക്കാർ ചാക്കിലാക്കണ വെറുതെ? ഇനി അടുത്തത് ഇതിങ്ങനെ തുടരണേ. അടുത്തിങ്ങനെ പറഞ്ഞു ഇങ്ങനെ നമ്മളെ നാട്ടിൽ മൂച്ചിമ കയറ്റിയെന്ന് പറയും. ഇവിടെ എന്താ പറഞ്ഞ അറിയില്ല. ആ നിലക്ക് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ആക്കിയിട്ട് വേറൊരാള് മറിയം ഹജ്ജുമ്മ എന്ന് പറഞ്ഞൊരു പെണ്ണ് 5000 കൊടുത്തു. അപ്പൊ എന്തേകാരം പറയാ മറിയം ബീവിന്റെ കൂടെ സ്വർഗത്ത് പ്രവേശിപ്പിക്കണേ അല്ലാ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് സൈനുദ്ദീൻ എന്ന് പറഞ്ഞ ആളാ. അതിലുപരി കുടുങ്ങി. കാരണം ഒരു അമ്പിയാക്കന്മാരെ പേരും കാണില്ല, ഖുർആനിലും ഹദീസിലും വന്ന ഔലിയാക്കന്മാരെ പേരും കാണില്ല. പിന്നെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പേര് അപ്പൊ ഓർമ്മ വരായിട്ടായിരിക്കും, ഏതായാലും പറഞ്ഞില്ല. അവിടെ ഉപരി ഓൺലൈൻ സൈനുദ്ദീൻ കേട്ടാളേ. മുഹമ്മദ് ഹാജിയുടെ ഹൃദയത്തിലേക്ക് നീ പ്രകാശിപ്പിക്കണം അല്ലാ ബിറഹ്മതിക യാ അർഹമർ റഹീം. മണ്ണിൽ പാറ മറിയം ബീവിയുടെ പേര് ലഭിച്ച ആ മറിയം ഹജ്ജുമ്മ, അല്ലാഹുവേ മറിയം ബീവിയുടെ കൂടെ സ്വർഗത്തിലേക്ക് ഹിസാബില്ലാതെ കടന്നു പോകാൻ മാത്രം ശുദ്ധിയുള്ള ഹൃദയത്തിന്റെ ഉടമയാക്കണേ അല്ലാ. ഭർത്താവിന്റെ പരിപൂർണ പൊരുത്തം ലഭിച്ച മക്കളൊക്കെ ഐശ്വര്യമുള്ള ബർക്കത്തുള്ള ഇസ്സത്തുള്ള സാലിഹീങ്ങളായിക്കൊണ്ട് ആ മഹദിയുടെ മക്കളെ നീ ഉയർത്തണേ അല്ലാ. മഖ്ബൂലും മബ്റൂറും മർദിയുമായ നിലക്ക് എല്ലാ അമലുകളും അതിന്റെ പൂർണ്ണ അറിവോടുകൂടി ആരോഗ്യത്തോടുകൂടി റാഹത്തോടുകൂടി ചെയ്ത് ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ ആ പൂർണ്ണ ശുദ്ധത തന്നെ നേടിയെടുക്കുക. ആ മറിയം ഹജ്ജുമാക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ ബിറഹ്മതിക യാ അർഹമർ റഹീം. മായനാട് കായത്താട്ട് സൈനുദ്ദീൻ, തായത്താട്ട് സൈനുദ്ദീൻ 5000. അൽഹംദുലില്ലാ. ഒരാള് പറഞ്ഞാൽ എന്ന് പറഞ്ഞപ്പോ കണ്ടോ അല്ലാഹുവേ, ഈ നാട്ടിലുള്ള മുഅ്മിനീങ്ങളൊക്കെ ഹൃദയത്തിൽ ഈമാന്റെ പ്രകാശം നിറക്കണേ അല്ലാ, തഖ്വയുടെ പ്രകാശം നൽകണേ. എന്നാലല്ലേ ഞാൻ അടുത്ത 10,000 വരുള്ളൂ. 5000 അല്ലേ? എന്റെ മൊയിലേമാരെ എന്താ എന്നിട്ട് CD ആക്കി വെക്കണേ, ആലോചിച്ച് നോക്കി. അപ്പൊ ഈ നിലക്ക് ആത്മീയ രംഗത്തെ ചൂഷണം മുജാഹിദ് പ്രസ്ഥാനം ഈ കഴിഞ്ഞ സീസണിൽ മാത്രമല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. തെറ്റാണ്, അതിനെ എതിർക്കണമെന്ന് ഇപ്പോഴും പറയുന്നു. ആ സീസൺ അവസാനിച്ചെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം നിർത്തിയിട്ടില്ല. ആത്മീയ രംഗത്ത് മുഴുവൻ രംഗത്തെയും ചൂഷണം നിർത്തണം, ആത്മീയ രംഗത്തെ പ്രത്യേകിച്ച് നിർത്തണമെന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തോട് പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഞങ്ങൾ അമ്പിയാക്കൾക്കെതിരല്ല, ഔലിയാക്കൾക്കെതിരല്ല. അവരെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണം. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പ്രശ്നം എന്താണെന്നറിയോ? അവരോട് ദുആ ചെയ്യാൻ പാടില്ല, അവരോട് ആ നിലക്കുള്ള ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല. അതുപോലെ ഖബർ സിയാറത്ത് ഇസ്ലാമിലുണ്ട്, ഖബറാളിയോടുള്ള പ്രാർത്ഥന ഇല്ല. അതുപോലെ ആ നിലക്കുള്ള നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അതിനല്ലേ സിയാറത്ത് ടൂറെന്നും പറഞ്ഞ് പോകാറുള്ളത്. ആ ഏർപ്പാട് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോ അനുകൂലമായിട്ടില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ആൾക്കാരെന്താ ചിന്തിക്കുക? എന്നാലും നാട്ടിൽ കൂടുതൽ ആൾക്കാർ അങ്ങനല്ലേ,
ഓലിങ്ങനല്ലേ ഇവരിങ്ങനല്ലേ, കൂടുതൽ ആൾക്കാർ അങ്ങനല്ലേ? ഭൂരിപക്ഷം നോക്കിയിട്ടാണോ ദീൻ തീരുമാനിക്കുക? അങ്ങനെയാണോ വോട്ടിലിട്ടാണോ ദീൻ തീരുമാനിക്കുക? ഇപ്പൊ നിസ്കാരം സുബഹി എത്ര റക്അത്ത്? ഒരു നാട്ടിൽ ഇപ്പൊ കൂടുതൽ ആൾക്കാർ 3 റക്അത്ത് സുബഹി നിസ്കരിക്കുന്നത് സങ്കല്പിക്കുക, എന്നാൽ 3 ഇല്ല. ഇനി ഒരു നാട്ടിൽ ഭൂരിപക്ഷം ആൾക്കാർ സുബഹി നിസ്കരിക്കണില്ല, അതുകൊണ്ട് സുബഹി നിസ്കാരം ഇല്ല എന്നാവോ? പ്രമാണം എന്താ പഠിപ്പിക്കുന്നത്? ആദ്യം കേൾപ്പിച്ചില്ലേ, അള്ളയും റസൂലും എന്താണോ ആ വിഷയത്തിൽ പഠിപ്പിച്ചത് അതുപോലെ ചെയ്യണമെന്നാണ് അല്ലേ? അവിടെ സുബഹി 2 പ്രമാണത്തിൽ കാണാം, അതിലേക്ക് മടങ്ങുക. അപ്പോഴോ ഭൂരിപക്ഷം സഹോദരങ്ങളെ, ഭൂരിപക്ഷം ഇസ്ലാമിന് എതിരാണ് അല്ലെങ്കിൽ പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ഭൂരിപക്ഷത്തിന്റെ പിന്നാലെ പോവുകയല്ല വേണ്ടത്. അതല്ലേ ഇമാം നവവി റഹ്മഹുല്ലാ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്ർ ചൊല്ലുന്ന വിഷയം എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലാൻ പറ്റുമോ ഇല്ലയോ, അങ്ങനെ ശബ്ദമുയർത്താൻ പറ്റുമോ ഇല്ലയോ? അദ്ദേഹം പറഞ്ഞത് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ദിക്ർ ചൊല്ലണോ ചൊല്ലണ്ടേ എന്ന വിഷയത്തിൽ തെരഞ്ഞെടുക്കപ്പെടാവുന്ന സ്വഹീഹായ വീക്ഷണം, ശരിയായ വീക്ഷണം അത് സലഫു സ്വാലിഹീങ്ങളായിരുന്ന മാർഗമാണ്. അതെന്താണ്? അസ്സുകൂതു ഫീ ഹാലി സൈരി മഅൽ ജനാസതി, ജനാസയുടെ കൂടെ പോകുമ്പോ സുകൂത്ത് പാലിക്കണം, മിണ്ടാതെ പോകണം എന്നാണ്. ഫലാ യർഫഉ സൗതൻ ബിദിക്രിൻ വലാ ഖിറാഅത്തിൻ, അതുകൊണ്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലിക്കൊണ്ടോ ശബ്ദമുയർത്തപ്പെടാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ മയ്യത്ത് എവിടേക്കാണോ എത്തിച്ചേരാൻ പോകുന്നത് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട്, ഖബറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, ബർസഖിയായ ലോകത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ട്, ആഖിറത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ആ മയ്യത്തിന്റെ കൂടെ പോകേണ്ടത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയുന്നു, വലാ തഗ്തറന്ന ബികസറതി മൻ യുഖാലിഫുഹു, ഇതിനോട് വിയോജിച്ചുകൊണ്ട് ധാരാളം ആളുകള്, ഭൂരിപക്ഷം ആളുകള് മയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലുന്നുണ്ടെന്ന് കരുതി ലാ തഗ്തറന്ന, നീ അതിൽ വഞ്ചിതനായി പോകല്ല കേട്ടോ എന്ന് ഇമാം നവവി അദ്ദേഹത്തിന്റെ അദ്കാർ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടില്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ? അപ്പോ പ്രമാണത്തിൽ അടിയുറച്ചു നിൽക്കുക, ഭൂരിപക്ഷം എങ്ങനെയാണോ എന്ന് നോക്കിയിട്ടല്ല. ഉള്ളാൾ തങ്ങൾ വരെ ആ കാര്യം പറഞ്ഞില്ലേ? കേട്ടോളി നിങ്ങള്, എന്താ ഉള്ളാൾ തങ്ങൾ പറഞ്ഞത്? സുന്നത്തെ ജമാഅത്തിന് എതിരെ ആരെന്ന് കണ്ടാലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിലില്ലടാ, ഇസ്ലാമിന് അനുസരിച്ച ഭൂരിപക്ഷമേ ഉള്ളൂ, ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം, നമ്മൾക്ക് ഭൂരിപക്ഷം കൂടുക. സുന്നത്തെ ജമാഅത്തിന് എതിരെ ആരെന്ന് കണ്ടാലും ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിലില്ലടാ, ഇസ്ലാമിന് അനുസരിച്ച ഭൂരിപക്ഷമേ ഉള്ളൂ, ലോകത്ത് മുഴുവനും കാഫറല്ല ഭൂരിപക്ഷം, നമ്മൾക്ക് ഭൂരിപക്ഷം കൂടുക. അതന്നെ നമുക്ക് ചോദിക്കാനുള്ളത്. ലോകത്ത് മുഴുവൻ എടുത്തു നോക്കിയാൽ കാഫിറല്ലേ കൂടുതൽ, അതുകൊണ്ട് ഭൂരിപക്ഷം കൂടാണോ? പറയാൻ പറ്റില്ലല്ലോ, കൂടാൻ പറ്റില്ലല്ലോ. ഇതന്നെ ഈ വിഷയത്തിൽ മയ്യത്തുണ്ടോ ദിക്റുള്ള വിഷയം, അല്ലാഹു അല്ലാഹു പ്രാർത്ഥിക്കുന്ന വിഷയം, ഇങ്ങനെ ഏത് വിഷയം പ്രമാണത്തിലേക്ക് മടങ്ങുക. പേരോട് സഖാഫിയെ പറഞ്ഞിട്ടുണ്ട്, പേരോട് സഖാഫിനെ പറഞ്ഞു, ആ ഭാഗം കൂടെ നിങ്ങൾ കാണുക. ഭൂരിപക്ഷമാണോ നോക്കേണ്ടത്? അല്ല, പേരോട് തന്നെ പറയുന്നു, ശ്രദ്ധിക്കൂ. ഖബറ് തൊടാൻ പോകണ്ട, നീ ഖബറ് ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നവവി അവിടെ പറഞ്ഞൊരു വാചകമാണ്, ഓ മനുഷ്യ, ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട. സുന്നത്തുകൾ കൈയൊഴിക്കുന്ന നാശം പിടിച്ച ആളുകൾ കൂടുതലുള്ളത് നീ നോക്കണ്ട എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, ഭൂരിപക്ഷമാണോ ചിന്തിക്കേണ്ടത്? ആളുകളെ വലിപ്പമാണോ ആലോചിക്കേണ്ടത്? അല്ലാഹുവിന് വേണ്ടി അകന്നേ ഓരോ വിഷയങ്ങളും. അതെ, എല്ലാ വിഷയങ്ങളും അല്ലാഹുവിന് വേണ്ടിയാവണം. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ ആവണം പ്രിയമുള്ളവരെ. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനും അവസാനമായി പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ച് ശീലിച്ച ആളുകൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആലോചിക്കുക. നിങ്ങൾ എനിക്കെതിരെ അല്ലാഹുവോട് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്ന പേരോട് മുസ്ലിയാരെ പോലുള്ള മുസ്ലിയാക്കന്മാർ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം, അത്തരം ആളുകള് എവിടെയാ പരലോകത്ത് നമ്മൾ രക്ഷിക്കാനുണ്ടാകുമോ? ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും മാത്രമല്ല, അല്ലാഹുവോടല്ലാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വഹീദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് തേടിപ്പോയിട്ടുണ്ടെങ്കിൽ, റിഫായി ശൈഖെ കാക്കണേ എന്ന് തേടിപ്പോയിട്ടുണ്ടെങ്കിൽ, അതുപോലെ മരിച്ചുപോയ അംബിയ ഔലിയാക്കന്മാരോട് നിങ്ങൾ തേടിപ്പോയിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ് തൗബ ചെയ്യുക. നാഥാ പുറത്തുകൊണ്ട് മാപ്പാക്കണം റബ്ബേ എന്നും പറഞ്ഞ്, അറിയാതെ ചെയ്തു പോയതാണ് റബ്ബേ എന്നും പറഞ്ഞ്, പ്രിയമുള്ളവരെ, മരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങാൻ തയ്യാറാണ്.
തയ്യാറാവുക. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്ക് മടങ്ങാൻ നിങ്ങൾ തയ്യാറാവുക എന്നാണ് അവസാന സന്ദർഭത്തിൽ മുജാഹിദുകൾക്ക് പറയാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം തീർക്കുകയാണ്. അല്ലാഹുവേ, നിന്നോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നിത് ഈ ശബ്ദം കേട്ട മുഴുവൻ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു നാഥ. ഒരുപക്ഷേ ഇവിടെ സദസ്സിൽ വന്നുകൊണ്ടോ അല്ലാതെയോ ഈ ശബ്ദം ശ്രവിച്ചിട്ടുള്ള മുഴുവൻ സഹോദരന്മാരോടും സഹോദരിമാരോടും നാഥ, ഞങ്ങളിതാ പറഞ്ഞിരിക്കുന്നു, നിന്നോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, നിന്നോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. ചെയ്താൽ അത് ശിർക്കാണ്. മുസ്ലിയാക്കന്മാർ ഇവിടെ ഇതാ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ട് ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് ഹദീസ് ദുർവ്യാഖ്യാനിച്ച് ആ ശിർക്കിലേക്ക് നയിക്കുമ്പോ നാഥ, ഞങ്ങളിതാ ഇവിടെ ഈ കാര്യം വെട്ടി തുറന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് ചാരിതാർത്ഥ്യത്തോടെയാണ് പ്രിയമുള്ളവരെ ഈ പരിപാടി മുജാഹിദുകൾ താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത്. മനസ്സിലാക്കണം. നിങ്ങള് പറഞ്ഞല്ലോ, ഭൗതികമായ താല്പര്യത്തിലല്ല, ആ നിലക്കുള്ള എന്തെങ്കിലും ലക്ഷ്യം വെച്ചുകൊണ്ടല്ല, മറിച്ച് റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ മുജാഹിദ് പ്രവർത്തകരോട് റഹ്മാനായ റബ്ബെങ്ങാനും ചോദിച്ചാൽ, നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ പ്രദേശങ്ങളിൽ എന്തേ എന്നെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ച രംഗങ്ങൾ ഉണ്ടായപ്പോ എന്തുകൊണ്ട് നിങ്ങൾ തിരുത്തിയില്ല എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ റബ്ബിലേക്ക് ബോധിപ്പിക്കാൻ, റബ്ബേ ആ തെറ്റ് ഞങ്ങൾ കണ്ടപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് റബ്ബേ എന്ന് റബ്ബിന്റെ മുമ്പിൽ പറയാനാണ് സഹോദരങ്ങളെ ഈ ദഅവത്ത് ഞങ്ങൾ നടത്തുന്നത്. ദേഷ്യം പിടിപ്പിക്കാനല്ല, ആരോടെങ്കിലുമുള്ള വിദ്വേഷം തീർക്കാനല്ല, പകപോക്കാനല്ല, റബ്ബിന്റെ മുമ്പിൽ പറയാൻ, അതിനുവേണ്ടി മാത്രമാണ്. റബ്ബ് സാക്ഷിയാണല്ലോ ഇതിന്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ആ നിലക്ക് നിങ്ങൾ വിലയിരുത്തുക. വാശിയും വെക്കാണൊക്കെ ആയിട്ട് മരിച്ചു പോകും. അത് കഴിഞ്ഞാൽ പരലോകം വരാനുണ്ട്. ഇവിടെ മുജാഹിദിനുള്ള ദേശം കൊണ്ടോ മറ്റെന്തെങ്കിലും കൊണ്ടോ അവിടെ രക്ഷപ്പെടാൻ സാധിക്കൂല. ആ ബോധം പ്രിയമുള്ളവരെ നമ്മുടെ ഓരോരുത്തരും മനസ്സിലുണ്ടാവണം. അവസാനമായി ഒരൊറ്റ കാര്യം അവസാനിപ്പിക്കണം. ഒറ്റ കാര്യം പ്രിയമുള്ളവരെ, നിങ്ങൾ മുസ്ലിയാക്കന്മാരോടും ചോദിച്ചു നോക്ക്, ഉസ്താദേ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് തേടുന്നതിന് വിധി എന്ത്? മുസ്ലിയാക്കന്മാർ നിർബന്ധാണെന്ന് പറയൂല, സുന്നത്താന്ന് പറയൂല, അനുവദനീയാണെന്ന് പറയും. മുജാഹിദുകളോ അത് ശിർക്കാണെന്ന് പറയും. അല്ലേ? നമ്മളെല്ലാവരും പരലോകത്തെത്തുമല്ലോ സഹോദരങ്ങളെ. അവിടെ എത്തിയിട്ട് മുസ്ലിയാക്കന്മാർ പറയുന്ന പോലെയാണ് അവിടെ തെളിഞ്ഞത് എന്ന് സങ്കല്പിക്ക. നിങ്ങൾ എങ്ങനെ? നിർബന്ധമില്ല, സുന്നത്തുല്ല, അനുവദനീയമാണെന്ന് തെളിഞ്ഞു എന്ന് വെക്കുക. എങ്കിൽ ചായ കുടിക്കൽ നമുക്ക് അനുവദനീയമാണ്, അല്ലേ? ആ ചായ കുടിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു ശിക്ഷിക്കുമോ? ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉറപ്പിച്ചോ ഈ ഇരിക്കുന്ന ഏതെങ്കിലും മുജാഹിദിനെ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് തേടാത്തതിന്റെ പേരിൽ റഹ്മാനായ റബ്ബ് ശിക്ഷിക്കില്ല എന്ന് 10,000 വട്ടം സുന്നിക്കും മുജാഹിദിനും എല്ലാവർക്കും ഉറപ്പാണ്, അല്ലേ? കാരണം അനുവദനീയം തെളിഞ്ഞാൽ തന്നെ വല്ല കൂലി നഷ്ടപ്പെടോ? ഇല്ല. നഷ്ടപ്പെടണമെങ്കിൽ അത് സുന്നത്താവണ്ടേ? സുന്നത്തല്ലല്ലോ. അത് ചെയ്യാത്തതിന്റെ പേരിൽ ശിക്ഷിക്കുമോ? ഇല്ല. ശിക്ഷിക്കണമെങ്കിൽ നിർബന്ധാവണ്ടേ? നിർബന്ധം നമ്മൾ ഉസ്താദുമാർ പറയല്ലോ. അപ്പൊ മുസ്ലിയാക്കന്മാർ പറയുന്നതാണ് പരലോകത്ത് ശരിയായി വന്നത് എന്ന് സങ്കല്പിച്ചാൽ തന്നെ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. അടുത്ത സ്റ്റെപ്പോ പ്രിയമുള്ളവരെ, ഇന്ന് മുജാഹിദുകൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് അല്ലാഹു നൽകിയ കാത് കൊണ്ട് നിങ്ങൾ കേട്ടത്, റഹ്മാനായ റബ്ബ് നൽകിയ കണ്ണുകൊണ്ട് നിങ്ങൾ കണ്ടത്, റഹ്മാനായ റബ്ബ് നൽകിയ മനസ്സുകൊണ്ട് മനസ്സിലാക്കിയത്, പ്രിയമുള്ളവരെ, അതാണ് ഹഖ് എന്ന് ആ പടച്ച തമ്പുരാന്റെ കോടതിയിൽ വെച്ച് ബോധ്യമാകുമ്പോ എന്ത് ചെയ്യും പ്രിയമുള്ളവരെ? എന്ത് ചെയ്യും? നിങ്ങൾ മരണം വരെ അനുഷ്ഠിച്ച നമസ്കാരങ്ങൾ ബാത്തിലായി പോയില്ലേ? നോമ്പ് നിഷ്ഫലമായി പോയില്ലേ? ഹജ്ജ് ചെയ്തവർക്ക് അതും പോയില്ലേ? മുഴുവൻ ആരാധനാ കർമ്മങ്ങളും അമലു സ്വാലിഹാത്തുകൾ നിഷ്ഫലമായില്ലേ? എല്ലാം നിഷ്ഫലമായി നരകത്തിലേക്ക് തട്ടപ്പെടുമ്പോ ആരുണ്ട് സഹോദരങ്ങളെ രക്ഷപ്പെടുത്താൻ? ഏത് ശൈഖുനമാർ, ഏത് മൗലാനമാർ, ഏത് ഖോജാക്കന്മാരുണ്ട് രക്ഷപ്പെടുത്താൻ? ഈ ബോധം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ ബോധങ്ങൾ മനസ്സിലുണ്ടാവണം. അതുകൊണ്ട് അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചു പോയ ആളുകൾ തൗബ ചെയ്ത് മടങ്ങി റബ്ബേ പുറത്തുകൊണ്ട. മൊയ്തീൻ ശൈഖിനോട് പറഞ്ഞു പോയിട്ടുണ്ട്, ദിഫായി ശൈഖിനോട് പറഞ്ഞു പോയിട്ടുണ്ട്, നാഥാ പുറത്തുകൊണ്ട എന്ന് പറഞ്ഞ് മനസ്സറിഞ്ഞ് തൗബ ചെയ്യുക. അങ്ങനെ സത്യം മനസ്സിലായാൽ ഭൂരിപക്ഷം നോക്കിയിട്ടല്ലോ, ആ സത്യത്തിന്റെ കൂടെ പ്രമാണമുള്ളയിടത്ത് നിൽക്കാൻ, അതേ മുജാഹിദ് പ്രസ്ഥാനം ഈ പഠിപ്പിക്കുന്ന ആശയ ആദർശങ്ങളിലേക്ക് വരാൻ, പ്രസ്ഥാനത്ത് മെമ്പർഷിപ്പ് സംഘടന വല്ലാക്കി തന്നെ നല്ല പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ
ആഖിറം രക്ഷപ്പെടുത്താൻ നിങ്ങൾ ഈ ആശയം സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സത്യമായി മനസ്സിലാക്കാൻ നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ ആ സത്യത്തിന്റെ കൂടെ നിന്ന് ഉറച്ചു നിൽക്കാനുള്ള മനക്കരുത്തും തൗഫീഖും എല്ലാം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ കൂനന മിനൽ ഖാസിരീൻ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.